അധികം സമയം ഇനി ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിശാച് പ്രത്യേകിച്ച് ദൈവമക്കളെ തകർക്കുവാൻ അവനെ ലോകമായിട്ടും ലോകത്തിന്റെ ശക്തിയുമായിട്ട് അല്ലെങ്കിൽ ലോകത്തിന്റെ മോഹത്തിലേക്ക് ബന്ധിക്കുവാൻ അടിമപ്പെടുത്തുവാൻ അല്ലെങ്കിൽ കെട്ടി അവന്റെ സന്നിധാക്കുവാൻ തക്കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. Comprehending that the devil doesn't have much time, he is making all attempts in order to entice the people of God, bind the people of God and take them to his own kingdom. These are the days conspicuous of the same. നിലം ഉഴുകുമ്പോൾ കാളകൾ തമ്മിൽ ഒരു ഉഴുകുന്നതിന് വേണ്ടി നുകം വെച്ച് ബന്ധിക്കാറുണ്ട്. When the land is plowed, normally oxen are tied with a yoke. കാളവണ്ടിയിലും അതുപോലെ നുകത്തിന് കീഴിലാണ് അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ടു പോകുന്നത്. Bullock cart also same story. These bulls are tied to a yoke. ഇതുപോലെ ഇന്ന് അനേക ദൈവമക്കളെ പിശാചിന്റെ ആ നുകത്തിന്റെ കീഴിൽ കെട്ടി അവന്റെ സ്വാതന്ത്ര്യത്തിൽ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. After this similitude, current is the season which the devil is binding many people under this yoke of bondage. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ചില നുഖങ്ങളെ കുറിച്ച് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Tonight, trusting the grace of God, I would like to highlight the theme of yoke. യെശയ്യാപ്രവചനം 10-ാം അധ്യായത്തിന്റെ 27-ാം വാക്യവും Let's move on to the book of Isaiah, read chapter 10, verse 27. 81-ാം സങ്കീർത്തനം 6-ാം വാക്യം. The 6th verse of Psalm 81st. യെശയ്യാപ്രവചനം 10-27-ാം വാക്യം. Isaiah 10:27. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്ന്, അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. 81-ാം സങ്കീർത്തനം 6-ാം വാക്യം. ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ദൈവമക്കളെ, പിശാച് ഇന്ന് പലരെയും ബന്ധിച്ചുകൊണ്ടിരിക്കുന്നതായ ബന്ധനം പറയുന്നത് പാപത്തിന്റെ ബന്ധനമാണ്. Beloved people of God, today the devil is binding many people with the yoke of sin. അല്ലെങ്കിൽ അവനെ അടിമയാക്കി തീർക്കുക, അവന്റെ അധീനതയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. In other words, the devil is enticing them, recapitulating them. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. പാപത്തിന്റെ മോഹങ്ങളിലേക്ക് മനുഷ്യനെ വലിച്ചിഴച്ച് അവനെ ആ പിശാചുമായിട്ട് ബന്ധിക്കുന്നതായ ആ ഒരു അനുഭവത്തിലാണ് ഇന്ന് പല ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. Today, in different quarters of the society, what we witness is the devil is alluring many people through the infatuation of sin. They're tied to this yoke of bondage. ആ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ദൈവമക്കളാണ് ഇവിടെ വന്നിരിക്കുന്ന ഭൂരിപക്ഷം ദൈവമക്കൾ. The Lions of Sharon, the members of the congregation, had been separated from that bondage and found deliverance. നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനമെടുത്ത് അഭിഷേകം പ്രാപിച്ച അല്ലെങ്കിൽ പ്രത്യേകിച്ച് സാക്ഷി കേട്ടതുപോലെ ദൈവത്തെ അറിഞ്ഞിട്ട് പോലും വീണ്ടും പിശാചിനാല് ബന്ധിക്കപ്പെട്ടിട്ട് വീണ്ടും ഒരു നികൃഷ്ടമായ അവസ്ഥയിലേക്ക് പാപസ്വഭാവത്തിലേക്ക് മനുഷ്യനെ വലിച്ചിഴച്ചടക്കി എന്താണ് ആത്മഹത്യ ചെയ്യുവാനായിട്ട് ജീവിതം അവസാനിപ്പാനായിട്ട് ആഗ്രഹിച്ചതായ ഒരു സാക്ഷിയാണ് നമ്മൾ കേട്ടത്. We got saved, we do water baptism, we receive the power of the Holy Spirit of God. Still, the devil is attracting many people and binding under the yoke. We had heard just a beautiful testimony. Even though he was brought to salvation, the devil corrupted his mind and he was insinuated to commit suicide. ഏതായാലും കർത്താവിന്റെ കരുണയാൽ പ്രിയ ദാസനെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് ആ ബന്ധനത്തിൽ നിന്ന് തന്നെ വിടുവിച്ചു. അതൊരു അത്ഭുത സാക്ഷിയാണ്. Interestingly, by the multitudes of the mercy of God, the Lord allowed him, the Lord liberated him from the clutches. Really, it's a wonderful testimony. താൻ അന്ന് ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ എന്തായിരിക്കുന്ന തന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ചിന്തിച്ച് പുള്ളി പാഴ്പ്പെടുകയാണ്. Had he committed suicide, then what would have been the consequences? Now he is musing over the same and sorrow stricken. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. Wherefore, when Saint Paul writes epistle to Galatians, particularly chapter 5 with the first verse, അടിമനുകത്തിൽ പിന്നെയും നീ കുടുങ്ങിപ്പോകരുത്. be not entangled under the yoke of bondage again. വായിച്ചേ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. Stand fast therefore in the liberty wherewith Christ has made us free. Be not entangled again. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ഈ ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും പോരാട്ടങ്ങളിൽ എന്തെങ്കിലും നിരാശയുണ്ടായി ഏതെങ്കിലും കഷ്ടങ്ങളോ ഞെരുക്കങ്ങളോ ഉണ്ടായതിനു ശേഷം അതിൽ നിന്നെല്ലാം മാറിയ ശേഷം വീണ്ടും ആ പഴയ സ്വഭാവത്തിലേക്ക് പാപത്തിലേക്ക് കുടുങ്ങിപ്പോകരുത്.
അടിമനുഖത്തിൽ വീണ്ടും നീ കുടുങ്ങരുതെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ ഓർപ്പിക്കുകയാണ്. The Lord has liberated us from the bondage of darkness, and because of adverse circumstances, inclement climate, the journey of life, due to trials, temptation, challenges, Saint Paul can gives a note to caution again. He must not be entangled under the same bondage from which he was liberated in the time past. മുൻകാലത്ത് നമ്മൾ ആരായിരുന്നു? The time was who we had been. ഏതവസ്ഥയിലായിരുന്നു നമ്മൾ ജീവിച്ചത്? What was the status of life? അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. മുൻപേ നാം ആരായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ ആരായിരിക്കുന്നു. Coming to Ephesians chapter 2 verse 4 onwards, we can detail a picture of our life in the past and the present one. മുൻപേ നമ്മൾ ജഡികരായിരുന്നു. The time was we were carnal minded. ശേഷ മനുഷ്യരെ പോലെ ജീവിച്ചവരായിരുന്നു. We went into life like the Gentiles. ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിച്ചവരായിരുന്നു. We were enticed by the lust of the world. ലോകത്തിന്റെ ആഡംബരത്തിൽ സുഖജീവിതത്തിൽ ലോകത്തെ അനുഭവിച്ച് ജീവിച്ചവരായിരുന്നു. We went on enjoying and marooning under the pleasures and luxury of the world. എന്നാൽ ഇപ്പോൾ However now, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച് ഈ കൃപയിലേക്ക്, അപ്പോസ്തലിക മാർഗത്തിലേക്ക്, ഈ പ്രത്യാശയിലേക്ക് നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നല്ലോ ഓർക്കുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും പോരാ. the all gracious God has allowed us, He has saved us, He has brought us to this fellowship and the apostolic doctrines. Even though we praise the Lord, that's quite inadequate. ഈ ലോകത്തിന്റെ മോഹങ്ങളിലും പാപത്തിന്റെ അതിരിലും ദുഷ്ടതയുടെ ആധിക്യത്തിലായിരുന്ന നമ്മെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് അടിമമുഖത്തിൽ നമ്മെ വിടുവിച്ചു കൊണ്ടുവന്നെങ്കിൽ നിശ്ചയമായും ഓരോ നിമിഷവും ദൈവത്തിന് മഹത്വം കൊടുത്ത് നന്ദി കരയേറ്റി ദൈവത്തെ സ്തുതിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ്. We had been under the bondage of sin, under these luxurious things, lust of the world. The Lord has interestingly liberated us, brought us His fellowship. That being so, it's obligatory on our part to be grateful unto Him, offer millions of thanks to Him. ഈ നുകം എന്ന് പറയുന്നത് വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, Coming to Lamentations chapter 1 verse 14, we read about the same yoke. അത് അതിക്രമങ്ങളുടെ നുകമാണ്. It is a yoke of transgression. വായിച്ചു. എന്റെ അതിക്രമങ്ങളുടെ നുകം അവൻ സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു. അതിക്രമങ്ങളുടെ നുകം സ്വന്തം കൈയാൽ പിണച്ചിരിക്കുന്നു. And the Lord has just wound that yoke of transgression with His own hand. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ നുകം എന്ന് പറയുന്നത് ഈ മക്കളെ സാത്താനുമായിട്ട് ബന്ധിച്ചിരിക്കുന്നത്, കോർത്തിരിക്കുന്നത് അതിക്രമങ്ങളുടെ നുകമാണ്. Well, but people about today, many people had been connected, tied, attracted with the transgression by the devil. എന്ന ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. That's a promise of God. ആ നുകത്തെ ഞാൻ ഒടിച്ചു കളയും. I will break away that yoke. ആ നുകത്തെ ഞാൻ നിശ്ചയമായി നീക്കിക്കളയും. Indeed, I will dispel that yoke. ഏതെങ്കിലും നിലയിൽ ദൈവമക്കളെ നമ്മെ സാത്താനായ പോരാട്ടങ്ങൾ, ആ ചിന്തകൾ അതിലെ അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അതിനൊരു വിടുതൽ പ്രാപിപ്പാനായിട്ട് നമുക്ക് വാഞ്ചോടെ ദൈവസന്നിധിയിലായിരിക്കാം. If you are under the governance and influence of any kind of satanic affliction, well, our people have gone, let us build up the desire to be liberated therefrom. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു. Israelites were under the captivity in Egypt. ഒരു കാലത്ത് സ്വാതന്ത്ര്യമായിട്ട് അവിടെ ജോസഫ് മുഖാന്തരമായിട്ട് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തി കാണിച്ച് എല്ലാ നിലയിലും സന്തുഷ്ടരായി സന്തോഷമായിട്ട് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ ഉള്ള അനുഭവം. With regard to the people of Israel in Egypt, through Joseph they highlighted the name of God. They experienced prosperous and pleasant liberty, freedom and livelihood. ഇന്ന് ജോസഫിനെ അറിയാത്തൊരു രാജാവ് മിസ്രൈമിൽ വന്നു. However, a king and who was strange to Joseph came to the throne in Egypt. അന്നു മുതൽ ദൈവജനങ്ങൾക്ക് ഇസ്രായേലിന് പീഡനവും കഷ്ടതയും ഞെരുക്കവും നിന്ദയും പലവിധമായിരിക്കുന്ന പോരാട്ടങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. Since then, afflictions, tortures, persecutions, despisement and want repressive measures initiated against the people of God. അവർക്കൊരേ ഒരു ആശ്രയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവത്തോട് നിലവിളിക്കുക എന്നുള്ളതാണ്. They had only one source of trust, which was calling upon the name of ആ God. പറവോന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ കഴിഞ്ഞതിന്റെ പ്രധാന വിഷയം പറയുന്നത് ദൈവത്തോട് നിലവിളിച്ചതിന്റെ ഏറ്റവും ഏത് കാരണത്താൽ മാത്രമാണ്. The most important is with which they got liberated from the bondage of that Pharaoh is they simply called upon the name of God. പുറപ്പാട് 2:23 വാക്യത്തിൽ കാണുന്നല്ലോ. Come in Exodus chapter 2 verse 23. അവർ ദൈവത്തോട് നിലവിളിച്ചു. They cried unto God. ആ നിലവിളി സ്വർഗം കേട്ടു. Their cry
heaven hearkened to their cry. വായിച്ചേ. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പെട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. നമ്മെ ഏതെങ്കിലും നിലയിൽ പിശാച് നമ്മെ അല്ലെങ്കിൽ പാവം നിന്നെ പോരാടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, നിന്നെ തകർക്കുവാൻ നോക്കുന്നുവെങ്കിൽ, ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം, ഒരു പരിഹാരം ഉണ്ടാകും. If the devil is fighting against you, if you are governed by the influence of the sin, simply do one thing. Call upon the name of God. Behold, there is remedy. ദൈവത്തോട് നിലവിളിച്ചതിന് ആ നിലവിളി സ്വർഗ്ഗം കേട്ടു. If you call upon the name of God, that shall be answered by heaven. അതിന് പരിഹാരം ഉണ്ടായത് അവിടെ നിലവിളിയാണ്. It's not because of the groaning, it was effected respectively. നാം ഏതെങ്കിലും തകർച്ചയിൽ, ഏതെങ്കിലും പോരാട്ടങ്ങളിൽ, ഏതെങ്കിലും അധപതിച്ചിരിക്കുന്ന അവസ്ഥയിൽ നാം ചെയ്തിരിക്കുന്ന തീരുമാനത്തിൽ നിലനിൽക്കാൻ കഴിയാതെ ഏതെങ്കിലും നിയമവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ഒരേ ഒരു കാര്യം വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് ദൈവത്തോട് നമുക്ക് നിലവിളിക്കാം. If you are in a demoralized, disgraceful, despised, dilapidated state of life, if you are not able to find any deliverance, if you are not able to get up there from, simply groan, call upon the name of God. ഇന്ന് നിലവിളിക്കാൻ സമയമില്ല. Today, no time to call upon the name ഇന്ന് of God. ദൈവമക്കൾക്ക് പോലും നിലവിളിക്കാൻ സമയമില്ല. Even with regard to people of God, they don't spend time to groan. പരാജയത്തെ ചിന്തിക്കുവാൻ സാധിക്കുന്നില്ല. They are not able to think about the defeat. തെറ്റായ വഴികൾ, തെറ്റായ അല്ലെങ്കിൽ മാർഗങ്ങൾ, തെറ്റായ സന്തോഷത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകുമ്പോൾ അതിനൊരു മോചനം പ്രാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. As man is moving after sinful ways, ways of iniquity, wicked tracks, he is not able to regret over the same, nor is he able to call upon the name of God for deliverance. പുറപ്പാട് പുസ്തകം 13-14 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. Exodus chapter 13 verse number 14 says, എന്നാൽ ഇത് എന്തെന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ യഹോവ ബലമുള്ള കൈകൊണ്ട് അടിമ വീടായി മിസ്രയീം ദേശത്ത് നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. തലമുറകൾ ചോദിക്കുമ്പോൾ, when generations asking, എന്താണ് ഈ വഴിപാട്, what is this offering, എന്താണ് യാഗം, what is this എന്താണ് sacrifice, ഈ ശുശ്രൂഷ, what is this ministry, എന്താണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്, what is this ministry, എന്തു പറയണം? what should be a response? തലമുറകളോട് പറയണം, അടിമവീടായ മിസ്രയീം ദേശത്തിൽ നമ്മെ വിടുവിച്ച് ഈ ശ്രേഷ്ഠമായ അനുഭവത്തിലേക്ക് നമ്മെ മരുഭൂമിക്കൂടെ, ചെങ്കടലിൽ കൂടെ, മരുവിൽ കൂടെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്ന കാര്യം നീ മറക്കരുത്. നമ്മെ ഒരിക്കൽ ഒരു കാലത്ത് ഞങ്ങൾ മരുഭൂമി അല്ലെങ്കിൽ മിസ്രയീമിൽ അടിമയായിരുന്നുള്ള കാര്യം തലമുറയോട് നീ പറയണം. Do not forget the fact, the time was you were in bondage in Egypt, and the Lord has liberated you. The Lord has stretched out his mighty hands whereby you were delivered. This message should be communicated to generation after generation. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ കർത്താവ് വിളിച്ച് വേർതിരിച്ച ദൈവമക്കളെ ഈ കൃപയിലേക്ക്, ഈ മാർഗത്തിലേക്ക്, അപ്പോസ്തലീയ മാർഗത്തിലേക്ക്, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തിന് നമ്മൾ എപ്പോഴും മഹത്വം കൊടുത്ത് നമ്മൾ ജീവിക്കണം. We were dead to sins, trespasses and transgressions. How the Lord has wonderfully called us, separated us, brought us under this apostolic fellowship, under this path of holiness. Therefore, always we must be offering thanks unto the Lord. ദൈവത്തിന് മഹത്വം. Glory be to the Lord. അതുകൊണ്ടാണ് ഈ മക്കളെ ആവർത്തനത്തിൽ വീണ്ടും അവരെ ഓർപ്പിക്കുന്നത്. ആവർത്തനം 15 വാക്യത്തിൽ വായിക്കുന്നു, ഇസ്രായേൽ മക്കളെ നിങ്ങൾ മറക്കരുത്, അടിമ വീടായിരുന്നു, അവിടുന്ന് അവിടെ വിടുവിച്ചുകൊണ്ടുവന്ന ദൈവത്തെ ഒരിക്കലും നീ മറക്കരുത്. Wherefore coming to Deuteronomy chapter 15 verse number 15, it is reminded, Lo, people of God, do not forget the fact you have been liberated from the house of bondage. ദൈവത്തിന് മഹത്വം. Glory be to the Lord. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നുവെന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ വീണ്ടെടുത്തുവെന്നും ഓർക്കണം. നീ ഓർക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് അറിയിക്കുകയാണ്. Therefore today I communicate the same unto you. ഇപ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. Even now they rejoice. ഇപ്പോൾ നമ്മുടെ കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ചു. Now we clap the hands and we sing songs. സംസാരിച്ച് കർത്താവിനെ ആരാധിച്ചു. We talked in tongues and worship to the Lord. എല്ലാവരും വലിയ ഒരു സന്തോഷമുണ്ടായി. There is great joy everywhere. എന്തുകൊണ്ട്? Why? ആ മിസ്രയീമിന്റെ അടിമത്തത്തിൽ രക്ഷ പ്രാപിച്ചുകൊണ്ട് മാത്രമാണ്. Because of the fact we were delivered from the bondage of Egypt. അല്ലെങ്കിൽ പാപത്തിന് നമ്മൾ അടിമയായിരുന്നു. In other words, we were enslaved to sin. ഈ ലോകത്തിന് നമ്മൾ അടിമയായിരുന്നു. We were enslaved to this world. ഈ ലോകത്തിന്റെ മോഹങ്ങൾക്ക് നമ്മൾ അടിമയായിരുന്നു. We were enslaved to the lust of the world. പ്രാകൃതമായ
സ്വഭാവത്തിന് അടിമയായിരുന്നു. We were enslaved to carnal natures. അതിതൊക്കെ നമ്മൾ വിടുവിച്ച് ഈ ശ്രേഷ്ഠമായ മാർഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ദൈവത്തെ നമുക്ക് നിശ്ചയമായും മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കണം. Therefrom the Lord has delivered us, the Lord has brought us under his glorious path. Therefore we must be offering thanks unto the Lord. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അടിമത്തം എന്ന് പറയുമ്പോൾ Bondage means നാശത്തിലേക്ക് മനുഷ്യരെ കൊണ്ട് എത്തിക്കുന്ന ഒരു അനുഭവമാണ് അടിമത്തം എന്ന് പറയുന്നത്. bondage, slavery is an experience that is dragging man and catastrophe. 2 പത്രോസ് 2:19 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. 2 Peter chapter 2 verse number 19 speaks about it. തങ്ങൾ തന്നെ നാശത്തിന്റെ തങ്ങൾ അടിമകളായിരിക്കെ തന്നെ നാശത്തിന് അടിമ. ദൈവമക്കളെ, തങ്ങൾ തന്നെ നാശത്തിന് അടിമയായിരിക്കുന്നു. They themselves are enslaved unto perdition. ഇന്നത്തെ തലമുറ നോക്കിയാൽ When we observe the current generation, എല്ലാം നാശത്തിന് അടിമയാണ്. they are enslaved to destruction. മാതാപിതാക്കളെ ഭയമില്ല, No fear of parents, ദൈവത്തെ ഭയമില്ല, do not fear God, ശുശ്രൂഷനെ ബഹുമാനമില്ല, no honor for the workers. ആർക്കും കീഴ്പ്പെടാത്തൊരു തലമുറ ഇന്ന് വളർന്നു വരികയാണ്. The present generation is budding him, it's not yielding to anybody. എന്നാൽ അപ്പോൾ തന്നെ അല്പമെങ്കിലും ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഭയമുള്ള വ്യക്തികൾ ദൈവമക്കളെ നമ്മുടെ ഇടയിലുള്ള ചില കുഞ്ഞുങ്ങളാണെന്ന് നമ്മൾ പറയട്ടെ. Meanwhile, interestingly, let me highlight the fact, and our members, our children, at least to some extent, they are afraid of God. അപ്പോൾ തന്നെ ദൈവമക്കളെ നമ്മുടെ വിശ്വാസിയുടെ കുഞ്ഞുങ്ങൾ തന്നെ വെറും അധപ്പതിച്ച അധമ പാതാളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. Sad to say, on the counter side, we notice a pitiable plight in which even the children of the members of our fellowship, they are moving into degeneration and sin. അതുകൊണ്ട് അവർക്ക് മരണഭയമാണ്. Therefore they are under the grip of the fear of death. അനേകരെ ഇന്ന് മരണഭയം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. Today many are haunted by the fear of death. അയ്യോ, ഞാൻ മരിച്ചു പോകും, Alas, I'm going to die. മരിച്ചാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? No, if I die, what shall be my ഞാൻ ഈ aftermath? അവസ്ഥയിൽ മരിച്ചുപോയാൽ എന്റെ ഗതി എന്തായിരിക്കും? In this state, if I pass away, what shall be my tomorrow? പക്ഷേ ദൈവമക്കളെ, അതൊരു പിശാചിന്റെ അടിമത്തരമായിട്ടുള്ള ചിന്തകളും സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ മരണഭയം, ഭീതി എന്നുള്ളത്. Beloved people of God, the fear of death, such negative thoughts are nothing but the thoughts of bondage. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. സാത്താൻ ഒരാളെ ബന്ധിച്ച് അടിമയാക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീതി മരണഭീതിയാണ്, മരണഭയമാണെന്ന് എബ്രായലേഖനം 2-ാം വാക്യത്തിൽ വായിക്കുന്നു. In Hebrews chapter 2 verse number 15, we come to notice when the devil binds a person, that person is under the influence of the fear of death. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയായി അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ദൈവത്തിന്റെ കാൽവരി മരണത്താൽ ദൈവമക്കളെ അടിമത്തത്തിലായിരുന്നായ മരണഭീതിയിലായിരുന്നായ എന്നെയും നിങ്ങളെയും കർത്താവ് വിടുവിച്ചല്ലോ. അതുകൊണ്ട് നമുക്ക് കാൽവരിയെ നമുക്ക് നോക്കാം. By the death of Lord Jesus Christ on the cross of Calvary, the Lord has delivered you and me. We are all from this fear of death. Therefore, let us lift our vision unto Calvary. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതുകൊണ്ട് ദൈവമക്കളെ, നാം നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലേക്ക് നമ്മൾ വന്നു ചേരണം. Therefore we must step into the congregation. This is not slipping into perdition, rather than believing in the name of Jesus Christ and being brought into salvation. നാശത്തിലേക്ക് മനുഷ്യൻ പിന്മാറിക്കൊണ്ടിരിക്കുന്നു. Man is resenting unto perdition. സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, Seven circumstances warrant. പണത്തിന്റെ അവസ്ഥകൾ ഉയരുമ്പോൾ, പണം when he is financially sound, നന്മകളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, when material prosperity is multiplied, പിന്നെ വേണ്ടുപോലെ ദൈവത്തെ നിലവിളിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ പക്ഷപാതം ചെയ്യുവാനോ സ്തോത്രം കരയേറ്റുവാനോ കർത്താവിലേക്ക് അടുക്കുവാനോ കഴിയാതെ നാശത്തിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ വലിച്ചെടുച്ചുകൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ് നമുക്ക് അന്ത്യകാലത്ത് കാണാൻ കഴിയുന്നത്. Thereafter he is not able to spend time in the presence of God, not able to praise God, spend time to worship the name of God. Rather, he is dragged away into perdition by these devilish forces. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലാകണമെന്ന് എബ്രായലേഖനം 10:39 വാക്യത്തിൽ വായിക്കുന്നു. Hebrews chapter 10 verse 34 warns us that we must not resent under perdition. We must believe and be brought into the band of redemption. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, not unto the people falling away into destruction. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിലായിത്തീരണം. We must believe and the band that attains the salvation. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord.
നാശത്തിലേക്ക് ഏതെങ്കിലും വഴിതെറ്റിപ്പോന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം, കർത്താവേ എന്റെ നാശത്തിന്റെ വഴി തന്നെ രക്ഷിച്ച് ദൈവപാതയിലേക്ക് എന്നെ കൊണ്ടുവരണമേ. നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. നിലവിളിക്കുന്നവരെ സഹായിപ്പാൻ യേശുവിന്റെ സാന്നിധ്യകരം നമ്മുടെ കൂടെ ഉണ്ട് ദൈവമക്കളെ. Is there anyone who is drifting away from the path of God and traveling into the passage of destruction tonight? Call upon the name of God. Oh Heavenly Father, deliver me, rescue me from that path. If so, the Lord is able to do it sincerely. ലോകത്തിന്റെ മോഹം നാശത്തിലേക്ക് പോകുന്ന അനുഭവമാണ്. Again, the lust of the world is taking you into destruction. ലോകത്തിന്റെ ആ മോഹങ്ങളിൽ, ആഡംബരത്തിൽ, സുഖജീവിതത്തിൽ, അല്ലെങ്കിൽ ലോകത്തെ പോലെ ലോകജാതികളെ പോലെ പോകാൻ ഒരുവൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ചിന്തിച്ചോണം, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. If a pastor is delighted into after the lust of the world, pleasures of the world, fantasies of the world, that implies he is journeying unto destruction only. ദൈവത്തിന് മഹത്വം. Glory be to the Lord. അതുകൊണ്ടാണ് പത്രോസ് ലേഖനത്തിൽ 2 പത്രോസ് 3:7 വാക്യത്തിൽ വായിക്കുന്നത്, ദൈവമക്കളെ നാശത്തിലേക്ക് പോകുന്നവരുടെ കൂടായ ഓഹരി എന്താണെന്നറിയാമോ? Wherefore, coming to 2 Peter chapter 3 verse 7, we read about the inheritance that is at a store for the people who are moving into perdition. ഭക്തികെട്ടവർക്ക് നാശം സംഭവിക്കും. Ungodly perdition shall be for. വായിച്ചേ. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും ഭക്തികെട്ടവരുടെ മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈവമക്കളെ, ഭക്തികെട്ടവർക്ക് നാശം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അവർ മനസ്സോടെ മറന്നു കളയുകയാണ്. Deliberately, these people forget the fact for the ungodly perdition is at a store. നല്ല ഭക്തരായ ഒരു കുടുംബം, A godly family, എനിക്കറിയാം, I know it. നല്ല പ്രാർത്ഥിക്കും, They should spend time to pray. മുടക്കിയില്ല, They would not abstain in എല്ലാ the meeting. കൂട്ടത്തിനും കടന്നു വരും. They would be regular to all the meetings. അങ്ങനെ ഇരിക്കുമ്പോൾ Meanwhile, അവിടുത്തെ പുരുഷന് ഗൾഫിലേക്ക് പോകാൻ ഒരു ചാൻസ് കിട്ടും. the husband got an opportunity to visit Gulf country. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. അത് പെട്ടെന്ന് പറയാം. So let me just move fast. ലീവിന് വന്നപ്പോൾ As he came on holiday, ഈ മേശയുടെ വലിപ്പം പകുതി വലിപ്പമുള്ളതായ ഒരു സീനുമായിട്ട് വന്നിരിക്കുന്നു. after he came here with a television set and is half the size of the table അതുകൊണ്ട് സ്ഥാപിച്ചു. that was installed in the house. ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ Once I visited the ഏത് house, സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ ആ കുടുംബത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയില്ല. ആ ഭർത്താവ് പുറത്തു പോയാൽ, ജോലിക്ക് പോയാൽ ഭാര്യ നല്ലവണ്ണം പ്രാർത്ഥിക്കുമായിരുന്നു, മക്കളെ ചേർത്തിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ മക്കളും ഭാര്യയും മക്കളും കുടുംബം മുഴുവനുമായിട്ട് ആ പിശാചിന്റെ പെട്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അകൃത്യങ്ങൾ കണ്ട്, പാപങ്ങൾ കണ്ട്, മ്ലേച്ഛതകൾ കണ്ടിട്ട് അതപ്പുതിച്ച് പിന്മാറ്റ അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരാണ് കുറ്റക്കാരൻ? in the time whenever they got opportunity and time, they would sit in the presence of God with the children collectively. They would just pray. Unfortunately, this time, in the absence of the husband, they spend the time before the television sets, enjoying all the things of abhorrence and abomination. And who is responsible for this tragedy and malady? ഭക്തികെട്ടവർക്ക് നാശം സംഭവിക്കും. For ungodly perdition is waiting. ദൈവമക്കളെ, ആ നാശത്തിന് അടിമയായി മാറരുത്. Beloved people of God, be not enslaved to that perdition. ലോക സ്നേഹത്തിന് അടിമയായി മാറരുത്. Be not enslaved to the love of the world. ലോക ശക്തിക്ക്, ലോകത്തിലെ സന്തോഷത്തിന് ദൈവമക്കൾ ഒരിക്കലും അടിമയായിട്ട് മാറരുത്. The people of God should not get enslaved to the powers and pleasures of the world. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, പിശാച് അല്ലെങ്കിൽ ലോകത്തിന്റെ അല്ലെങ്കിൽ ശക്തികൾ അല്ലെങ്കിൽ പാപം നിന്നെ നിശ്ചയമായും വാഴുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. Beloved people of God, powers of the world, powers of sin, they are desirous of controlling you. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഞാൻ ഒരു കഥ ഓർക്കുകയാണ്. The story comes to my memory. ഒരിടത്തൊരു രാജാവും തന്നെ വളരെ സ്നേഹിക്കുന്നതായ, ബഹുമാനിക്കുന്നതായ, അനുസരിക്കുന്നതായ, ബഹുമാനിക്കുന്നതായ, ആദരിക്കുന്നതായ, എല്ലാ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കുന്ന ഒരു അടിമ ഒരു രാജാവിന് ഉണ്ടായിരുന്നു. There was a country, there was a king, there was a slave who used to be so polite, so truthful, so faithful, he used to obey to the core. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ആ അടിമ വിശ്വസ്തനായിരുന്നു. The slave remained faithful. ആ രാജാവിന് വളരെ വളരെ ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു അടിമ. The king was very much delighted with the performance of the slave. എല്ലാ കാര്യങ്ങളും താൻ അനുസരിക്കും. He would obey everything absolutely. തന്നെ ബഹുമാനിക്കും. He would honor him. തന്നെ സ്നേഹിക്കും. He would love him. എല്ലാ പ്രവൃത്തികളും ചെയ്യും. He would do all the services required. അത് കണ്ടിട്ട് On saying this, രാജാവ് ഒരിക്കൽ അടിമയെ വിളിച്ചു ചോദിച്ചു. in context, the king called the slave and asked him,
നീ വിശ്വസ്തനായി എനിക്ക് സേവ ചെയ്യുന്നല്ലോ. You have rendered service unto me so politely and honestly. നീ എന്നെ ബഹുമാനിക്കുന്നല്ലോ. You are honoring me. നീ എന്നെ ആദരിക്കുന്നല്ലോ. You are respecting me. നീ എനിക്ക് എന്റെ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്യുന്നല്ലോ. You are rendering services sincerely. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണ്. Come on, I'm delighted to give you whatever is your request. എന്നോട് ചോദിക്കാൻ പറഞ്ഞു. Come on, just simply ask me. എനിക്കൊന്നും വേണ്ട എന്ന് അടിമ പറഞ്ഞു. He denied, I don't want anything. രാജാവ് പറഞ്ഞു, രാജ്യത്തിന്റെ പകുതിയോളമായാൽ നിനക്ക് തരാം. The king replied, said, added, even though your demand is half of the kingdom, I'm ready to give you. രാജാവ് എനിക്കൊന്നും വേണ്ട. Thy majesty, I don't want anything. രാജാവിന്റെ എനിക്ക് വസിച്ചാൽ മതി. Simply I want to abide at thy footstool. അങ്ങനെ നീ പറയരുത്. I don't deny it. ഞാൻ നിനക്കൊരു നീ ചോദിക്കുന്ന കാര്യം തരാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. Come on, whatever is a request, I'm prepared to accomplish it. അപ്പോൾ അടിമ പറഞ്ഞു. Meanwhile the slave said, അങ്ങനെയെങ്കിൽ രാജാവ് എനിക്കൊരു ആഗ്രഹമുണ്ട്. if that makes it thy majesty, I have a desire. രാജാവ് ഇരിക്കുന്ന സിംഹാസനത്തിൽ ഒരു ദിവസം എനിക്ക് ഇരിക്കണം. Thy majesty throne upon which I want to sit simply one day. അന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ രാജാവായിട്ടിരിക്കണം. Only one day I want to reign being the king. രാജാവ് എന്റെ അടിമയായിരിക്കണം. The king that day he must be my slave. ചോദിക്കുന്ന കാര്യങ്ങൾ എന്തായാലും കൊടുക്കാവുന്നാണല്ലോ പറഞ്ഞത്. The king made the promise, whatever is your request that shall be accomplished. രാജാവ് വാക്ക് പറഞ്ഞല്ലോ. And he made the promise. അതൊക്കെ എന്ന് പറഞ്ഞില്ല. He did not deny it. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. Simply one day you want to be the king. ഒരൊറ്റ ദിവസം മാത്രമല്ലേ ഉള്ളൂ. Only one day, it's okay. അവന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുവാൻ അവനെ ആ സിംഹാസനത്തിലേക്ക് കൊണ്ടിരുത്തി. You Lord to fulfill his reason, that man was offered the throne. എന്നിട്ട് രാജാവ് പറഞ്ഞു. The king said. എല്ലാവരെയും വിളിച്ചു. He called all പട്ടാളക്കാരെ വിളിച്ചു. The generals were summoned. എല്ലാ അധികാരികളെയും പ്രജകളെയും ഒക്കെ വിളിച്ചു. All men of authority and the nobles were summoned. ഇന്ന് ഈ അടിമ ഇന്നത്തെ ദിവസം അവന് രാജാവാണ്. Today this slave is going to be the king. അവൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യണം. Whatever is commanded and you have to obey. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. സിംഹാസനത്തിലേക്ക് ഇരുന്നു. He is seated on the throne. കാലെടുത്ത് കാലിന് മുകളിലോട്ട് വെച്ച് ചെവിടിച്ച് ശേഷം ഇരുന്നു. He kept one foot on the other and he had developed posterity. പട്ടാളത്തിൽ അധികാരി വിളിച്ചു. And the general was summoned. എന്ത് പറഞ്ഞാലും കേൾക്കണമല്ലോ. Because he had to obey. രാജാവിന്റെ ഓർഡർ അല്ലേ. It is a commandment to the king. ഇപ്രകാരം ആ അടിമ പറഞ്ഞു. Now the slave says, ഞാൻ ഇന്നൊരു അടിമയല്ല. Today I am no more a slave. ഇന്ന് രാജാവാണ്. I am the king. അതുകൊണ്ട് Therefore ആ പട്ടാള അധികാരി വിളിച്ചിട്ട് പറഞ്ഞു, ഈ രാജാവിനെ തൂക്കിക്കൊള്ളാൻ. Summoning that captain, he says, come on, hang this king to death. രാജാവ് പറഞ്ഞു. The king cried, ഞാൻ രാജാവല്ലേ. I am the king. അങ്ങ് പറഞ്ഞില്ലയോ എനിക്ക് എല്ലാ അധികാരമുണ്ടെന്ന്. എന്ത് പറഞ്ഞാലും പട്ടാളക്കാര് അല്ലെങ്കിൽ ആരും അധികാരികൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നു, അല്ലെങ്കിൽ അധികാരിയുടെ പറഞ്ഞു, ഈ രാജാവിനെ തൂക്കിക്കൊല്ലുവാൻ. The slave now responds, thy majesty, you already told me that I am the king and all the other nobles, the lords should obey my direction. Therefore this is my royal commandment. Come on, take him, let him be executed. പട്ടാളക്കൻ ആ കാര്യം ചെയ്യേണ്ടി വന്നു. The general had to obey the direction. രാജാവിനെ തൂക്കിക്കൊന്നു. The king was executed. അടിമ ഇപ്പോൾ സിംഹാസനത്തിൽ രാജാവായിട്ട് വാഴുന്നു. Now the slave is on the throne. He reigns forever. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. Keep one thing in mind. നമ്മൾ സാധാരണക്കാരല്ല. We are not ordinary people. അടിമയ്ക്ക് കീഴ്പ്പെടുന്നവരല്ല. We are not to be enslaved to the slave. നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. We are appointed kings and priests. നീ മറക്കരുത്. Don't forget this truth. അഭിഷേകത്തെ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരാക്കി തീർത്തിരിക്കുകയാണ്. By anointing we have been appointed kings and priests. നീ പാപത്തിന് അടിമയായി മാറരുത്. You must not again be entangled as a slave to sin. പാപത്തിന് സിംഹാസനം നീ കൊടുക്കരുത്. Do not offer throne for sin to reign. അവന്റെ ആഗ്രഹപ്രകാരം നീ ഒരിക്കലും ചെയ്തു കൊടുക്കരുത്. Do not incline the desire of the sin. ആ അടിമയെ നിശ്ചയമായി നീ സിംഹാസനത്തിലേക്ക് ഇരുത്തരുത്. You must not offer the slave that is sin to be on the throne. ഇരുത്തിയാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? You know what shall be the consequence? നിന്റെ ആത്മീയമായ മനുഷ്യനെ പിശാച് കൊന്നിട്ട്, ആ പാപം നിന്നെ കൊന്നിട്ട്, നിന്റെ ഉള്ളിൽ ദൈവമക്കളെ ആ പാപം കുടിക്കൊണ്ട് സിംഹാസനമാക്കി മാറ്റുന്ന ഒരു സന്ദർഭം വരും. അതിന് ഇടം കൊടുക്കല്ലേ. പാപത്തെ തോൽപ്പിച്ച് നീ രാജാക്കന്മാര് പുരോഹിതർ മനസ്സിലാക്കിക്കൊണ്ട് ആ സിംഹാസനത്തിൽ ഉറച്ചു നിൽക്കണം. Alas, that is slave, the current king, that is sin. He will just captivate you. He will slay your inner man. He will take that eternal lake of fire. Just keep in mind that you have been appointed king and priest. Receive that anointing. Be pissed on the same. And you must enslave a slave. In turn, the slave should not captivate you. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ദൈവമക്കളെ ഒരു പാഠ്യപ്രകാരം പാടുന്നുണ്ട്. Well, people of God, we got a song. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, All you heavy laden and labor.
നിങ്ങൾ എന്റെ എങ്കിലേക്ക് വരുവേ, You all come unto me, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. I'll give you rest. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കർത്താവ് തന്നെ വരുത്തി തരട്ടെ. The Lord is able to effect remedy to all the burning issues of human life. നിങ്ങളുടെ ക്ലേശങ്ങൾ എന്താകട്ടെ, Whatever is your anguish, നിങ്ങളുടെ ദുരിതങ്ങൾ എന്താകട്ടെ, whatever is your problem, നിങ്ങളുടെ പാപങ്ങൾ എന്താകട്ടെ, whatever is your sin, അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി നിന്നിൽ വ്യാപരിക്കുമ്പോൾ നിശ്ചയമായും ആ ദുഷ്ടപിശാചിനെ അല്ലെങ്കിൽ പാവത്തെ തകർക്കുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി രാജീവ് പറയട്ടെ. the exceeding power of night is okay in you, whereby you can captivate the power of sin, you can crush it and destroy it. അധ്വാനിക്കും സ്നേഹിതരേ, ഭാരം ചുമപ്പവരേ, അധ്വാനിക്കും സ്നേഹിതരേ, നിങ്ങൾ തൻ ക്ലേശങ്ങളേതാകിലും, പാപമോ രോഗമോ മറ്റെന്താകിലും, നിങ്ങൾ തൻ ക്ലേശങ്ങളേതാകിലും, പാപമോ രോഗമോ മറ്റെന്താകിലും, വിശ്വാസത്തോടെ കടന്നു വരൂ, ക്ലേശങ്ങൾ നീക്കും അവൻ. അധ്വാനിക്കും സ്നേഹിതരേ, ഭാരം ചുമപ്പവരേ. ദൈവത്തിനാൽ നാം സംസാരിക്കുന്നു. The Spirit of God is talking. പാപം അനേക കുടുംബത്തിൽ ഇന്ന് വാഴിക്കൊണ്ടിരിക്കുന്നു. Today sin is reigning over many families. പാപത്തിന്റെ സിംഹാസനം അനേക ദൈവമക്കളുടെ കുടുംബത്തിൽ പിശാച് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Today the devil is establishing the throne of sin in many families. എല്ലാവരും കൈയടിക്കാൻ അവർ കൈയടിക്കും. If you ask you to clap, you will join. സന്തോഷിക്കാൻ അവർ സന്തോഷിക്കും. If you ask you to rejoice, you will join. മറുഭാഷ പറയും. If you are compelled to talk in tongues, you will do it. രൂപാന്തരം ഉണ്ടായിട്ടുണ്ടോ? Has there been translation in your life? കുടുംബത്തിൽ പിശാച് വാഴുവാനായിട്ട് പാപം വാഴുവാൻ പാപത്തെ സിംഹാസനത്തെ നിങ്ങളുടെ കുടുംബത്തെ സിംഹാസനമായി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അതിന് വിടപറവാനായിട്ട് കർത്താവിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. If you offer the throne in your family for the devil to reign over tonight, the Lord is giving a note of caution to just dispel it. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അത് നാശമാണ് ഈ മക്കളെ. Beloved people of God, if you left behind at the coming of the Lord, the consequence is perdition only. Let all glory to the name of God. അകത്യങ്ങൾക്ക് നിന്റെ പാപങ്ങൾക്ക് പരിഹാരം യേശു മാത്രമാണ് വിശ്വസിക്കുന്ന ഈ മക്കൾ കരങ്ങൾ ഉയർത്തി ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിൽ പാപം വാഴുവാൻ ആ സിംഹാസനം എന്റെ ഹൃദയം സിംഹാസനമാക്കി തീർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഏതിന് വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നു പറയാൻ ചിന്തിക്കുന്നവർ കര ഉയർത്തി ശക്തമായി രാജാവ് പറയട്ടെ. ഏതെങ്കിലും നിലയിലുള്ള പാപങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം അതിന്റെ ഏറ്റു പറയണം. If there is any kind of sin reigning in your life tonight, make a confession over the same. ദൈവത്തിന് മഹത്വം. All glory to the name of God. ഒരേ ലക്ഷ്യം മാത്രം, എന്റെ യേശുവിന്റെ വരവിൽ എനിക്ക് എടുക്കപ്പെടണം. We just have only one goal, somehow that I must be caught up at the coming of my Jesus. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനിനി. നമുക്കതുപോലെ ദൈവമക്കളെ കണ്ണടച്ച് ഒരു മിനിറ്റ് ഈ കോറസിനോട് പാടാമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ശക്തമായി പാട്. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ Thank you, Lord. ദൈവത്തിൻ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്ന കൺവെൻഷൻ നടക്കുന്നു. The Lord has given us a blessed convention which is underway. അത് നല്ലതായിരുന്നു. It
It was a good one. അനുഗ്രഹമായിരുന്നു. Plenty of blessings. പ്രിയ സഹോദരാ, നിനക്കെന്ത് പ്രയോജനം? Brother, how far you have been profited? ദൈവമക്കളെ, നിന്നോട് ചോദിച്ചാട്ടെ കർത്താവ്, നിന്റെ ആത്മാവോട് ചോദിച്ചാട്ടെ കർത്താവ്, എനിക്കെന്ത് പ്രയോജനമുണ്ടായി? You ask unto your own soul, what's the profit I gained because of the convention? ഞാൻ ലോകസ്നേഹത്തിലേക്ക് ആയിപ്പോയല്ലോ. I have been bound under the love of the world. ദൈവമേ, എന്നോട് സഹായിക്കണമേ. Oh Lord, help me, Master. എന്നെ ആദരിക്കണമേ കർത്താവേ. Oh Lord, consider me. പാപം എന്നിൽ വാഴുവാൻ ഞാൻ ഒരിക്കലും നീ ഇടം കൊടുക്കത്തില്ല. Hereafter, I will not give room for sin to reign in my life. നമുക്കങ്ങ് പറയാം, Let us confess this. പാപത്തിന് സിംഹാസനം കൊടുക്കരുത്. We should not offer the throne for sin to reign. സിംഹാസനം, അടിമയ്ക്ക് സിംഹാസനം കൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താണ്? What is the consequence when the throne was offered to the slave? രാജ്യത്തെ ഭരിക്കേണ്ട രാജാവിന് അല്ലെങ്കിൽ നാശം സംഭവിച്ചു, മരണം സംഭവിച്ചു. The king who was expected to be continuing the reign forever, alas, he was killed. ദൈവമക്കളെ, നീ ഏതെങ്കിലും പാപത്തിന്, ഏതെങ്കിലും സന്തോഷത്തിന് നീ ഇടം കൊടുത്താൽ നിശ്ചയമായും ആ പാപം, ആ സന്തോഷം, ആ ദൈവമക്കളെ നിന്നെ നശിപ്പിക്കും. നിനക്ക് അത് വാഴുവാനെങ്കിൽ വാഴുവാൻ കഴിയില്ല. After this similitude, if you yield room in your heart for sin, trespass, the transgression, reign, that will enslave you, that will take you to perdition. You cannot have control over it thereafter. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഇനി ഒരിക്കലും എനിക്ക് ഈ പാപം വേണ്ട. I don't want sin anymore. എല്ലാവരും കണ്ണടച്ച് ഒരേ ഒരു മിനിറ്റ് മാത്രം. Come on, close your eyes and only 1 minute. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ Based on this light of the പലപ്പോഴും scripture, ഞാൻ പാപത്തിന് സിംഹാസനം കൊടുത്തിട്ടുണ്ട്. time and again, oh God, I offered the throne for sin to be seated. പാപ സന്തോഷത്തിന് എന്റെ ഹൃദയം ഞാൻ കൊടുത്തുപോയി. I offered my heart for the sinful choice. ഇനി ഒരിക്കലും എനിക്ക് വേണ്ട. No more I will entice it. നിങ്ങളുടെ വലക്കൈ ഉയർത്തി ദൈവമക്കളെ ദൈവത്തോട് സമ്മതിച്ച് പ്രാർത്ഥിക്കാമോ? Just lift your right hands, accept the same unto God, confess it and pray. എന്നിൽ പാപമില്ല എന്ന് നീ പറയുന്നെങ്കിൽ കർത്താവ്, നീ വഞ്ചിക്കപ്പെടുകയാണ്. If you say there's no sin in me, alas, you are tantalized. ആരെ നോക്കിയാലും പാപങ്ങൾ ഉണ്ടായേക്കാം. If you dictate to anybody, you can notice a sin in that ഇനി person. ഒരിക്കലും കർത്താവേ, പാപ സ്വഭാവം എനിക്ക് വേണ്ട. Oh Lord, hereafter I hate, I shun away sinful nature. ഉറക്കെ പിടിച്ച് ശക്തമായ ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്. Come on, cry aloud, vociferously cry and pray for a moment. കർത്താവേ, പാപത്തിന് ഞാൻ എന്റെ ഹൃദയം സിംഹാസനമായി കൊടുത്തുപോയി. Oh Lord, I offered my heart fast into rain. ദൈവം വസിക്കേണ്ട, രാജാതിരാജാവായ കർത്താവ് വസിക്കേണ്ട ഹൃദയത്തെ ഞാൻ പാപത്തിന് ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ സിംഹാസനമായി കൊടുത്തുപോയി. കർത്താവേ, ക്ഷമിക്കണമേ. This heart which is the throne of the King of Kings, the Lord of Lords, the Emperor, alas, I offered for the devil to dwell in. നിലവിളിക്കുന്നവരെ ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ്. Those who cry, you are going to be honored by God. നിന്റെ ഹൃദയത്തിലുള്ള സകല അകൃത്യങ്ങൾക്കും സകല പാപങ്ങൾക്കും ഇന്ന് രാത്രികാലം പരിഹാരം ഉണ്ടാകാൻ പോകുകയാണ്. Behold, there is sunset all the iniquity, trespasses which are haunt your heart tonight. Become the light. Thank you, Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. മനഃപൂർവമായി ദൈവസന്നിധിയിൽ കര ഉയർത്തി നിലവിളിച്ച ദൈവമക്കളെ, അവർ വീണ്ടും കര ഉയർത്തി പ്രാർത്ഥിച്ച ദൈവമക്കൾ മാത്രം കര ഉയർത്തി രാജ്യം പറയട്ടെ. Praise the Lord. നിന്റെ പാപങ്ങൾക്ക് പരിഹാരം യേശു മാത്രം. Lord Jesus Christ is the only remedy to all your sins. ദൈവത്തിന് മഹത്വം. Glory be to the Lord. രണ്ടാമത്തെ അടിമത്വം എന്ന് പറയുന്നത്, The second aspect of bondage is ലേവ്യപുസ്തകം 26-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. Book of Leviticus chapter 26 verse 13. ലേവ്യപുസ്തകം 26-ന്റെ 13-ാം വാക്യം. Chapter 26 verse 13. നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാൻ ആകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. I have broken the bands of a yoke and made you go upright. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നേരത്തെ അങ്ങനെയല്ല, നിവർന്ന് നടക്കാനും ഒത്തില്ലായിരുന്നു, കുനിഞ്ഞു നടക്കാനും ഒക്കെ In ഉണ്ടായിരുന്നു. the former context, you were not able to walk uprightly, rather you were stooped. കുനിഞ്ഞു നടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സാക്ഷിയില്ലാത്തൊരവസ്ഥയാണ്. Stooping, which means your mind with your proper conscience. ഒരാൾ മോഷണം ചെയ്തിരിക്കട്ടെ, A person has thieved, അവൻ തലതൂങ്ങി നടക്കുമോ? and will he just keep an upheaded nature? മറ്റെന്തെങ്കിലും ദുർമാർഗം ചെയ്തിരിക്കട്ടെ, Suppose he committed something wicked. സമൂഹത്തിന് മധ്യത്തിൽ അവൻ നിവർന്നിരിക്കുമോ? The society can be developed a posture which is upright. എന്നാൽ അവൻ കുനിഞ്ഞു നടക്കും. He is stooped. ഇന്ന് ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയാണ്, Now this is advice to Israel. നീ ഒരിക്കൽ പാപത്തിന് അല്ലെങ്കിൽ സാത്താന് അടിമയായിരുന്നപ്പോൾ നീ കുനിഞ്ഞു നടന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ തല നിവർന്ന് നടക്കാൻ The time passed, you were enslaved to sin, enslaved to the devil,
and you had downheaded nature, but now I delivered you, broke the bonds, now you can walk upright. കാരണം നേരത്തെ സാത്താൻ അവനെ നുകത്തിന്റെ കീഴിൽ ബന്ധിച്ച് കുനിഞ്ഞു നിർത്തുമാറാക്കി. In the time was, the devil had bound under the yoke, and he could not get up, and he had to stoop down. ആ നുകത്തെ ഒടിച്ചപ്പോൾ തല നിവർന്നതായി നടക്കാൻ തുടങ്ങി. But the yoke was broken, he is free now. He can build up upheadedness. സാത്താന്റെ ബന്ധനം എന്താണ്? What's the binding of the devil? ഏതെങ്കിലും നിരാശ, എന്തെങ്കിലും ഭാരം, എന്തെങ്കിലും ദുഃഖം വിട്ടുവിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്ന ശേഷം അവൻ നിരാശയിലായി തീരുകയാണ്. By bringing some burden, some frustration, some kind of torture, he is pulling you under this yoke of bondage. ദൈവത്തിന് മഹത്വം. Glory to the Lord. നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് പാസ്റ്റർ മുമ്പേ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർപ്പിച്ച ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. At the time of edification, our distinguished chief pastor reminded an illustration. എന്താ പറഞ്ഞത്? What is that illustration? എല്ലാവരും ആത്മാവിൽ നിറയുന്നു. All people get filled with the Spirit. ഒരുത്തൻ ഓടി ഒരു സൈഡ് പോയി തൂണിൽ ചാരിയിരിക്കുകയാണ്. One person kept apart, leaning over a pillow. ആത്മാവിൽ നിറഞ്ഞ, ആത്മാവിൽ ആരാധിച്ച മനുഷ്യനാണ്, സന്തോഷിച്ച മനുഷ്യനാണ്. ഇപ്പോൾ ഓടി ഒരു ഫലത്തിന്റെ ഒരു തൂണിൽ അവിടെ ചാരിയിരിക്കുന്നു. In the time was, he was filled with the Spirit, rejoiced in the Lord, worshiping the Spirit, and passionately. Now he is leaning over a pillar. അതാണ് നിരാശ. That is frustration. എന്താണ് നിരാശ? What's frustration? ബിസിനസ് നടക്കുന്നില്ല, Business collapsed. ജീവിതത്തിൽ പരാജയം. Failure in life. ഞാൻ എങ്ങനെ സന്തോഷിക്കും? How can I rejoice? ബഹുമാനപ്പെട്ട പാസ്റ്റർ അതിലേക്ക് കടന്നു വന്ന ശേഷം ഇത് തോളിൽ അവൻ തട്ടിയപ്പോൾ അവൻ പെട്ടെന്നൊരു ചൈതന്യം ഉണ്ടായി. അവൻ ആത്മാവിൽ നിറഞ്ഞു. ദൈവമക്കളെ അവന് ബിസിനസ്സിനെ അനുഗ്രഹിച്ചു. അവന്റെ ബന്ധനം അഴിയപ്പെട്ടു. അതാണ് ദൈവമക്കളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഉണ്ടാകുന്നതായ അനുഭവത്തിന്റെ സന്തോഷം. When the still pastor passed by that way, he smote the shoulder of that person. He got quickened, got from the Spirit. Everything is rejuvenated, everything is restored. That is a fruit of the power of the operation of the Holy Spirit of God. ഇപ്പോൾ ബന്ധനം അഴിച്ചിട്ട് ബന്ധിച്ചിരിക്കുകയാണ് സാത്താൻ. Now the devil has bound you, you are under the bondage. ആ ബന്ധനത്തെ ഇന്ന് രാത്രികാലം ആരെങ്കിലും ആ ബന്ധനത്തിൽ സാത്താന്റെ ബന്ധനത്തിലായിരിക്കുന്നെങ്കിൽ ബന്ധനത്തെ തകർക്കുവാനായിട്ട് ശക്തിയുള്ള കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ട്. Still tonight, if anybody is under the bondage of yoke, the almighty power of Jesus is moving it in order to crush it down and liberate you. നമുക്കിങ്ങനെ പറയാം. Let's confess. 116:16 Psalm 116 verse എന്റെ 16. ദൈവം എന്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുന്നു. My God has unstrapped my binding. വായിച്ചാട്ടെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. നീ എന്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുന്നു. Thou hast discarded my bindings. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, നമ്മുടെ ബന്ധനത്തെ ദൈവത്തിന് മാത്രമേ അഴിക്കാൻ കഴിയുള്ളൂ. Beloved people of God, God alone discard our bindings. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. സാത്താന്റെ പ്രവൃത്തി എന്താണെന്നറിയാമോ? What's the work of the devil? ഏതെങ്കിലും നിലയിൽ അവനെ ബന്ധിക്കുക, സന്തോഷമില്ലാതാക്കി തീർക്കുന്നത്. Somehow or other binding and looting away their joy. 1 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു. Coming to 1 Chronicles chapter 21, the first verse. സാത്താൻ ഇസ്രായേലിന് വിരോധമായി വായിക്കും. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റു. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായിട്ട് എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. The devil provoked David to number Israel. ആർക്കെതിരായിട്ടാണ്? Against whom? ഒരുവനെ രാജാവിനെ കൈക്കിലെടുത്തത് ആരാണ്? സാത്താന് കൈക്കിലെടുത്തത് നീതാണ്. ഇസ്രായേൽ മക്കളെ എണ്ണി ചിട്ടപ്പെടുത്താൻ പറഞ്ഞു. It is the devil has tantalized the mind of a person and he is giving direction to David to number the people of Israel. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇതുപോലെ പല കാര്യങ്ങൾ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരും. So also the devil will inject different kinds of thoughts into your mind. എനിക്കെന്താണ് ഈ പരാജയം? Why I am defeated so? ഒരു മന്ത്രവാദിയെ പഠിക്കൊണ്ട് കണ്ടുപിടിക്കാം. And let me approach a charmer. അതൊരു ആവുചാരനെ പിടിക്കാം. Let me seek a man of divination. ഏതെങ്കിലും ഭംഗിയുള്ള പൈസായ ശക്തിയുള്ള മനുഷ്യനെ കണ്ടുപിടിച്ച് നമുക്ക് കാര്യം ചോദിക്കാം. Let me meet a man who is practicing witchcraft, who has got devilish powers to find a remedy to this burning issue. അതാണ് സാത്താന്റെ തന്ത്രം. There's a trick of the devil. ഇസ്രായേലിന് വിരോധമായിട്ട്, അനുകൂലമായിട്ടല്ല, വിരോധമായിട്ട് അവർക്ക് വിരോധമായി തീരാൻ വേണ്ടി രാജാവിനെ എന്താണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? എല്ലാവരെയും എണ്ണി തിട്ടപ്പെടുത്താനായി. So not to the favor of Israel, but against Israel, he has insinuated the mind of the king and not to number the people of Israel. ദൈവത്തിന് മഹത്വം. Glory be to the Lord. എന്താണ് ബന്ധനം? What is this binding? അത് ദൈവമക്കളെ ലോകത്തിന്റെ മോഹമാണ്. Lust of the world.
അതാ മന്ത്രവാദ ശക്തി, ലോകത്തിന്റെ ശക്തി, അല്ലെങ്കിൽ മറ്റുള്ള ജടിയ ശക്തികൾ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ദുഷ്ടശക്തികളെ അത് കൊണ്ട് ഭരിച്ച് മനുഷ്യൻ കൊണ്ടുപോയതിനു ശേഷം അതിൽ കുടിയിൽ അകപ്പെടുത്തുകയാണ്. Worldly power, power of witchcraft, power of sorcery, through which the devil is dragging you and you are trapped within. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ഗലാത്യലേഖനം 2-ാം 4-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. Galatians chapter 4, the 2nd verse says, സാത്താന്റെ ബന്ധനം എന്താണ്? what's the binding of the devil? ദൈവമക്കളുടെ പോരാടുന്ന പോരാട്ടം എന്താണ്? What's the fight the devil makes against the people of God? അവന്റെ മുഖം എന്താണ്? What is the yoke of the devil? വായിച്ചേ. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുവാനായിട്ട് ഇതാ മന്ത്രവാദ ശക്തി, ദുഷ്ടശക്തികൾ, ആവിചാര ദോഷങ്ങൾ ഒക്കെ വന്നു കൂടുമ്പോൾ എന്തോ സംഭവിക്കുന്ന ദൈവമക്കളെ അതിനെതിരായി പോരാടാനുള്ള ശക്തി നമ്മൾ പ്രാപിക്കണമെങ്കിൽ സാത്താൻ നിന്നെ കീഴ്പ്പെടുത്തും. Devilish powers of divination, powers of witchcraft, powers of sin infiltrated into your life. It is making all attempts in order to torpedo and sabotage all your spiritual joy. Seconds, otherwise he will enslave you. അവൻ നുഴഞ്ഞു കയറുന്നു. He will infiltrate. അവൻ നുഴഞ്ഞു കയറുകയാണ്. He will intrude. എന്തിനു വേണ്ടി? What for? നിന്നെ ബന്ധിക്കുവാൻ, not to bind you, നിന്നെ തകർക്കുവാൻ, not destroy you, നിന്നെ ദൈവമക്കളെ ആ സന്തോഷം ഇല്ലാതാക്കി മാറ്റുവാൻ, in order to take away the joy of the people of God, ജീവിതത്തിലുള്ള ആനന്ദങ്ങളൊക്കെ മാറ്റിക്കളയുവാൻ, in order to loot away the gladness of your life. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഒരിക്കൽ ഞാനൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ in one context when I was conducting a meeting, ഒരു യൗവനക്കാരൻ എഴുന്നേറ്റ് അങ്ങ് പോയി. the young man departed. എന്താ പോയത് പിന്നീട് ചോദിച്ചു. I thereafter inquired what's the reason he just vacated. എനിക്ക് കാൽവരിയെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാൻ ഒക്കുന്നില്ല. When I hear about Calvary, I cannot remain silent. കാൽവരിയുടെ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. As I speak about the blood that is sprinkled on Calvary, I cannot control myself. അപ്പോൾ എനിക്ക് മനസ്സിലായി. I could understand. പിശാച് അവനെ അടിമയാക്കി കഴിഞ്ഞു. The devil enslaved him. യേശുവിന്റെ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ അവിടെ എഴുന്നേറ്റ് ഓടും. As it is preached about the blood of Jesus, he is vacating the spot. ആ യൗവനക്കാരൻ പറയുന്നത് അപ്പച്ച ആ കാര്യം മാത്രം രക്തവും ക്രൂശ് ഒന്നും പറയരുത്, ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. The young man says, don't spell the name of Jesus, don't articulate about the blood of Jesus on Calvary. Other things I'm satisfied with. ദൈവത്തിന് മഹത്വം. Glory be to the Lord. മറ്റൊരാൾ പറഞ്ഞു, another person said, പാസ്റ്റർ ഒരു കാര്യം മാത്രം നിങ്ങൾ പറയരുത്. Pastor, do not articulate simply one thing. അതോട് കേൾക്കുമ്പോൾ എനിക്ക് വെപ്രാളമാണ്. On hearing this, I'm irritated. ഏതാണ്? What is it? സിയോനെ കുറിച്ച് പറയരുത്, യെരൂശലേമിനെ കുറിച്ച് പറയണ്ട. Don't speak about Zion and Jerusalem. ഞാനിപ്പോ ചിന്തിച്ചു പോവുകയാണ്. I simply think about this now. നമ്മുടെ ശുശ്രൂഷകര് പോലും സിയോനെ കുറിച്ചോ യെരൂശലേമിനെ കുറിച്ചോ പുതിയ യെരൂശലേമിനെ കുറിച്ചോ സിയോനെ കുറിച്ചോ അഭിഷേകത്തെ കുറിച്ചോ നിത്യതയെ കുറിച്ചോ ഒന്നും പറയാതൊക്കെയാണ് അവസാനിപ്പിക്കുന്നത്. So to say, even some of the workers, without referring to Zion, New Jerusalem, anointing, Holy Spirit and resurrection. പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപ്പള്ളി പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നു. Pastor Philip Chandapala used to deliver the message. It is fresh and green. നമ്മുടെ ഏത് ശുശ്രൂഷയിലും, whatever is our ministry, ഏത് പ്രസംഗത്തിലും, whatever is the sermon, സിയോനെ കുറിച്ചും about Zion, യെരൂശലേമിനെ കുറിച്ചും, about അവിടെ Jerusalem, പോകേണ്ട ആരാണെന്നുള്ള കാര്യത്തെ കുറിച്ച് who will find access there, വിളിച്ചു പറയണം. you have to clearly അത് proclaim. പറയാതെ മീറ്റിംഗ് അവസാനിക്കരുത്. Without which, do not wind up the message. രക്ഷയും Salvation, സ്നാനവും baptism, അഭിഷേകവും anointing, എല്ലാ കടയിലും കിട്ടും. everything is thrown away. ഞാൻ അങ്ങനെ പ്രസംഗിച്ചത്. This is how we preached. എന്നാൽ ദൈവമക്കളെ, However, people of God, പരീക്ഷയെ കുറിച്ച്, about consecration, വിശ്വാസത്തെ കുറിച്ച്, about faith, വിശുദ്ധിയെ കുറിച്ച്, about holiness, നിത്യതയുടെ വാസസ്ഥലത്തെ കുറിച്ച്, about dwelling places അത് in ആർക്ക് വേണ്ടി eternity, ഒരുക്കുന്നു എന്നതിനെ കുറിച്ച്, about for the people who are prepared. നമ്മുടെ ഇടയിൽ മാത്രമാണ് നമുക്കാണ് വന്നിരിക്കുന്ന സുവിശേഷം. Among us only that gospel has been committed. ദൈവത്തിന് സ്തോത്രം. Glory be to the Lord. ഇന്ന് അനേക ഇടങ്ങളിൽ കേൾക്കാൻ കഴിയുന്ന വിടുതലിന്റെ സുവിശേഷമാണ്. Today we hear the gospel deliverance in different places. നിങ്ങൾ അത് കിട്ടും ഇത് കിട്ടും ഇത് കിട്ടും എല്ലാം നമ്മൾ പറയും. It's a gospel prosperity. You will get to this and that. അതൊക്കെ നമുക്ക് നല്ലതാണ്, It's good. നമുക്ക് വേണ്ടിയതാണ്. We need to have. പക്ഷേ However, നമ്മുടെ ദൈവമക്കളെ നമുക്കായി ഒരു സിംഹാസനം സ്വർഗ്ഗത്തിൽ ഒരുക്കുന്നുണ്ട്. all of the people of God, the Lord is preparing a throne for us in heaven. ഈ സാത്താന്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ കഴിയാതിരുന്നാൽ നിത്യമായിട്ട് ഒരിക്കലും നമുക്ക് സിംഹാസനം അവകാശമാക്കാൻ കഴിയത്തില്ല. If you're not able to find deliverance from this yoke of the body of the devil, never can you find access to that throne. ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം എന്താണ്? What's the purpose of this meeting? കുറച്ചുപേര് കൂടി വന്ന്
Some people gather, സന്തോഷിച്ച് rejoice, സാപ്പാട് കഴിച്ച് പോകാൻ വേണ്ടിയാണോ? take food and pass away. Is it so? അല്ലല്ലേ മക്കളെ? No, never. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കേണ്ടതിനാൽ സുവിശേഷം സത്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഈ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. Lakhs of rupees are spent here to conduct this meeting in order to preach the gospel which presents every man perfect before Christ Jesus. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ദൈവമക്കൾ, അതുകൊണ്ട് അത് നമുക്ക് സാത്താന്റെ ശക്തി നമുക്ക് വിടുതല പ്രാപിക്കണം. Wherefore we must be spared from the power of the devil. എബ്രായലേഖനം 2:15 ഇപ്രകാരം വായിക്കുന്നു. Hebrews chapter 2 verse number 15. എബ്രായ 2:15 സെക്കൻഡ് വായിച്ചാണ്. തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിയായിരുന്നവരൊക്കെയും അവൻ വിടുവിച്ചു. The Lord has delivered them through the lifetime. They were enslaved to the fear of death. എന്റെ ദൈവനെ അതിന് വിടുവിച്ചെന്നുള്ളായ ആ ദൃഢവിശ്വാസമുള്ളവർ, മരണഭയമില്ലാത്ത ദൈവമക്കൾ കര ഉയർത്തി ശക്തമായി പിശാചിനെ തല തകരട്ടെ തക്കൊണ്ട് ശക്തമായി അന്യത പറയാമോ? Praise the Lord. മരണഭയമില്ല ദൈവമക്കളെ. Beloved people of God, those in the fear of God, for the people of God. ഇപ്പോൾ നാം മരിക്കട്ടെ. Let me die now. ഇപ്പോൾ മരിക്കട്ടെ. Even if we die now, യേശു വരട്ടെ. if Jesus comes now, ഭയമില്ല, no fear. എനിക്കങ്ങ് പോയാൽ മതി. Simply, I want to reach His presence. മരിക്കുന്ന വീട്ടിലേക്ക് പോയിട്ട് എല്ലാവരും പാടും. Some people sing songs in the funeral house. മുൻപേ പോയിടും ഭാഗ്യമുള്ളവർ. ഓ, എന്നാൽ നീ ഇന്ന് മരിക്കുമെന്ന് പറയാമെങ്കിൽ വ്യപ്രാളമാണ്. Those who pass early, they are the most privileged. If they are told that you will die tonight, they are panic stricken. മുമ്പേ പോയിടും ഭാഗ്യമുള്ളവർ. മണ്ണിൽ ദൈവത്തിന് മണ്ണിൽ ഇങ്ങനെ എല്ലാം പാടത്ത് പോയി, എല്ലാം തീർന്നു. മുമ്പേ പോകുന്നവർ ഭാഗ്യവാന്മാർ. ദൈവമക്കളെ, ഇന്ന് മരിച്ചാൽ, ഇന്ന് യേശു വന്നാൽ ഞാൻ ഭാഗ്യവതിയാണ്, ഭാഗ്യവാനാണെന്ന് പറയുവാൻ ധൈര്യമുള്ളവർ കരമുയർത്തി പറയട്ടെ. നമ്മുടെ ഭാഗ്യശാലികളാ. We are the privileged. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. മക്കളെ, സാത്താന്റെ അന്ധകാര ശക്തിയിൽ നിന്ന് നമുക്ക് വിടുതല പ്രാപിക്കണം. Beloved people of God, we must attain deliverance from the power of darkness of the devil. എല്ലാവിധമായിരിക്കുന്ന പോരാട്ടത്തിലുമായിരുന്നായ സന്തോഷം നഷ്ടപ്പെട്ടു പോയായ ഇസ്രായേൽ മക്കളെ അവിടെ വിടുവിച്ചുകൊണ്ടുവന്നുവെങ്കിൽ നിശ്ചയമായും ആ ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മോട് ഇന്ന് രാത്രിക്കാലം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. The people of Israel who were under the bondage of American torture, they had joy. Alas, they fell away from the joy. The Lord has liberated them. The Lord has freedom and restituted that joy again. Tonight we preach the same joy. സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളത് മക്കളെ. ദൈവത്തിന് മുഴങ്കാൽ മടക്കി ദൈവത്തിന് കരയണം. There's only one means to be liberated from the bondage of the devil. Kneel down in the presence of God and cry unto Him. ഇന്നലെ വർക്കേഴ്സ് മീറ്റിംഗിന് ബഹുമാനപ്പെട്ട പാസ്റ്റർ പ്രസംഗിച്ച് അടിയർത്തപ്പെട്ട ഒരു കാര്യം പറയുണ്ടായി. ശുശ്രൂഷകരെ, വിശ്വാസികളെ, നിങ്ങൾക്ക് രഹസ്യ പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന്. As the workers studied, his chief pastor reminded beloved believers and workers, you got to maintain the prayer of secrecy. നിശ്ചയമായി രഹസ്യ പ്രാർത്ഥന വേണം. You must maintain private prayer. രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വേണം. During the watches of night, get importuned and pray. ഉണർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശക്തി നമ്മുടെ ഭവനങ്ങളിലും എല്ലാം ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ ഒരു ദുഷ്ടശക്തിയും കോമ്പൗണ്ടിൽ കടക്കത്തില്ല. Be watchful, keep awake at the dead hours and pray. If that being so in our faith homes and our residences, no devilish power shall infiltrate. മനസ്സാക്ഷിയുഗത്തിൽ വിശുദ്ധനായത് ജോബിന്റെ കുടുംബത്തിൽ മാത്രം സാത്താന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവൻ ഭക്തനായിരുന്നു, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനായിരുന്നു, പ്രാർത്ഥിക്കുന്നവനായിരുന്നു. The devil was not able to enter the premises of Job, who was a saint belonged to this place of conscience, because he was calling upon the name of God. Always he spent the time in praying. ദൈവത്തിന് മഹത്വം. Glory be to the Lord. നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. Let's also pray, people of God. പണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട്, in the time was, I would say, കൺവെൻഷൻ വരുന്നവർ during convention, കൺവെൻഷൻ കഴിഞ്ഞിട്ട്, after the convention, ഭക്ഷണം കഴിച്ചിട്ട്, when they have food, വീട്ടിലേക്ക് പോകാറില്ല. thereafter they would not go back to home. 10 പേര് people of 10 groups, 15 പേര് 15 members. ഇങ്ങനെ അറ്റൻഡ് അധികം മക്കളെ പന്തലിക്കിടി ഇരുന്ന് നിലവിളിച്ച് ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, നശിച്ചു ആത്മക്കൾക്ക് വേണ്ടി, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരൊറ്റ പ്രാർത്ഥന പോലും ഇന്ന് കൺവെൻഷൻ ഹാളിൽ കാണാൻ കാണില്ല. So together under the pandal, in small little groups, different groups, they pray for the salvation of the land, for the prosperity of the believers and betterment of the country. വാസപ്രാർത്ഥന നടക്കുന്നുണ്ട്. Today fasting prayer is going on. അങ്ങനെയല്ല മക്കളെ,
It's not so, people of God. അന്ത്യകാലത്തേക്ക് വന്നിരിക്കുന്നു. We stepped into the last days. ആരംഭത്തിൽ ഉണ്ടായതുപോലെ അവസ്ഥയില് 10 പേര് 15 പേര് സഹോദരിമാരെ സഹോദരന്മാരെ പരസ്പരം കൂടിയിരുന്നിട്ട് നിങ്ങളുടെ ഭാരങ്ങൾ പരസ്പരം പറഞ്ഞ് ജനത്തിനു വേണ്ടി ദേശത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി നശിച്ചു ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിവെങ്കിൽ നിന്റെ പേരിലോ നിന്റെ കുടുംബത്തിലോ സാത്താൻ കടക്കത്തില്ല. As in the initial days, small groups murmuring, just 15 or 10 each, if you are able to sit in the presence of God, pray for your family, for the salvation of the land, everything, this devil shall not intrude into your family. ദൈവത്തിന് മഹത്വം. Glory be to the Lord. അങ്ങനെ തീരുമാനിച്ചവർ കരയുയർത്തി ഒരു അല്ലേലൂയ പറയാമോ? ഇനിയുള്ള കാലഘട്ടത്തിൽ എവിടെ കൺവെൻഷൻ പോയാലും വീട്ടിൽ പോകത്തില്ല. ആ 2 ദിവസം അവിടെ തന്നെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ കുറച്ചു നേരം പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച ശേഷം നിങ്ങൾ പോയാൽ മതി. ദൈവമക്കളെ, അവർക്കായി യേശു വേഗം വരാൻ പോകുന്നു. വിനയമായി പറയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷകരെ, വിശ്വാസികളെ, നമുക്ക് അങ്ങ് പ്രാർത്ഥിക്കാം. During the remaining conventions, as the convention is going on, whenever people of God during the watches of night, let us not go back to respective residences. Sit there as small groups, engage the time of prayer. The Lord is coming very soon. Somehow or other, we must be taken up at the coming of the Lord. ദൈവത്തിന് മഹത്വം. Glory be to the Lord. മൂന്നാമത്തെ ഒരു ബന്ധനമുണ്ട്. The third aspect of yoke. യെശയ്യാപ്രവചനം 58 6 വാക്യം. Isaiah chapter 58 verse 6. അത് അന്യായ ബന്ധനമാണ്. There is a strange bondage. വായിച്ചാട്ടെ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. നുകത്തിന്റെ അമിക്കയ്യുറുകളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിച്ചുവിടണം. അന്യായ ബന്ധനത്തെ, നിന്നെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമായിട്ടുള്ള ചിന്തനത്തെ, ഭാവത്തെ, നുകത്തിന്റെ അമിക്കയറുകളെ നീ അഭിഷേകത്താൽ, ശക്തിയാൽ, പ്രാർത്ഥനയാൽ, കൃപയാൽ, വചനത്താൽ അഴിച്ചു കളയണം. The strange bindings which you have been bound to the yoke, your sinful, erroneous, wicked thoughts, you have to loosen the cords and be free. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ദൈവമക്കളെ, അന്യായ ബന്ധനങ്ങളെ അഴിച്ചു കളക. The strange binds should be loosened. അതുകൊണ്ടാണ് ഒരു അന്യായവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. Therefore no injustice should prevail in our life. അപ്പോസ്തലർ 25 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, എന്നിൽ ഒരു അന്യായവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അന്യായം ചെയ്തിട്ടില്ലെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. Acts the Apostle chapter 28 verse number 10, Saint Paul testifies, have you witnessed any unrighteousness in my life? I have never committed so. വായിച്ചാട്ടെ. ഞാൻ കൈസരുടെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കുന്നു. അവിടെ എന്നെ വിസ്തരിക്കേണ്ടതാകുന്നു. യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല. യഹൂദന്മാരോട് ഞാൻ ഒരു അന്യായവും ചെയ്തിട്ടില്ല. ദൈവമക്കളെ, നമുക്കൊരു മനസ്സാക്ഷിയോട് പറയാം, ഞാൻ കർത്താവിന്റെ മുൻപിൽ ഒരു അന്യായവും ചെയ്തിട്ടില്ല. ഞാൻ വിശ്വസ്തനായ വ്യക്തിയാണ്. Beloved people of God, let us maintain a good conscience before God and make this confession. I haven't committed any unrighteousness in my life. I am doing in a fair fashion. കർത്താവേ, ഞാൻ അങ്ങയുടെ മുൻപിൽ ഒരു അന്യായവും ചെയ്തിട്ടില്ല. Oh Lord, I haven't walked unrighteously before you. നമുക്ക് ധൈര്യമായി പറയാം. Boldly let's confess. അതുകൊണ്ടാണ് ഈ മക്കളെ 1 കൊരിന്ത്യർ 6:9 വാക്യത്തിൽ വായിക്കുന്നല്ലോ, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. 1 Corinthians chapter 6 verse number 9 it is read, he that commits unrighteousness cannot enter the kingdom of God. നീതിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ, works against righteousness, നീതിയുടെ പ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ, works against law of righteousness. ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്നു, നിയമം തന്നിരിക്കുന്നു. നിയമത്തിന് എതിരായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുവെങ്കിൽ അത് അന്യായമാണ്. The word of God is given to us, the law of God is granted to us. If we just trespass the same, that amounts to the act of commission of unrighteousness. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. വായിച്ചാട്ടെ 1 കൊരിന്ത്യർ 6:9 വാക്യം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. Be not deceived. വായിച്ചത് ദുർനടപ്പുകാരൻ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അതാണ് അന്യായം. The people who commit all these sins mentioned in this catalog amounts to committing this kind of unrighteousness. They cannot enter the kingdom of God. ഈ വിധത്തിലുള്ള ഏതെങ്കിലും തെറ്റുകൾ, കുറ്റങ്ങൾ, പാപങ്ങൾ ദൈവമക്കളെ ആരും ചെയ്താതെ കാട്ടിക്കൂട്ടുന്ന ഏത് പ്രവൃത്തികളും ഉണ്ടെങ്കിൽ നിശ്ചയമായും അവന്റെ പേര് സ്വർഗ്ഗത്തിലെ ബുക്കിലല്ല എഴുതുന്ന ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെക്കും. നിന്റെ പേര് എഴുതിട്ട് പറയും, അവൻ അന്യായം ചെയ്തവരെന്ന് പറയും. Beloved people of God, any sin that is mentioned in this list, that is in your life, you cannot enter the kingdom of God.
that shall be written in the book of memory, and the Lord shall say that he has committed unrighteousness, he has no room in my kingdom. അതുകൊണ്ടാണ് കൊലോസ്യർ 3:25 വായിക്കുമ്പോൾ കാണുന്നത് അന്യായം ചെയ്യുന്നവന് അതിന് ഒത്തത് പ്രാപിക്കുവാൻ കഴിയും. Wherefore, coming to Colossians chapter 3 verse number 25, it is written, he that commits unrighteously shall be rewarded so. നീതി ചെയ്യുന്നവന് നീതിക്കൊത്തവണ്ണം പ്രതിഫലമുണ്ട്. He that commits righteously shall be rewarded so. ഏതൊക്കെയും അന്യായം ചെയ്യുന്നുണ്ടെങ്കിൽ വായിക്കാം 3:25 വാക്യം. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും. ചെയ്ത അന്യായത്തിനൊത്തവണ്ണം പ്രാപിക്കും. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, ഏതെങ്കിലും അന്യായങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറയുവാനുള്ള ഒരു അവസരമാണ്. ഇന്ന് ഏറ്റുപറഞ്ഞിട്ട് നാളത്തെ പ്രസംഗത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ ഏറ്റുപറയും, പിന്നെ ഇടയ്ക്കുള്ള സമയത്ത് വീണ്ടും തെറ്റുകൾ ചെയ്യും, അന്യായം ചെയ്യും. അതുകൊണ്ട് പ്രയോജനമില്ല. വ്യഭിചാരിച്ച് സ്ത്രീയെ കല്ലെറിയുന്നതിന് വേണ്ടി യേശു അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഈ പാവമില്ലാത്തവർ ഒന്നാമത് വേണ്ടി കല്ലെറിയട്ടെ. മനസ്സാക്ഷിയുടെ ആക്ഷേപം ഏതുമായി എല്ലാവരും പിരിഞ്ഞുപോയി. യേശു സ്ത്രീയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാവം ചെയ്യരുത്. അതാ ക്രിസ്തുവിന്റെ മാർഗം. If there is any unrighteous in your life, tonight is a good opportunity to make the confession the same. Today you are making the confession, tomorrow attend the meeting, again making the confession. It's not so. In the case of the woman who was caught with the commission of adultery as brought before Jesus, all people attempted to pelt the stones at her. The Lord said, he that is divided sin, let him first fell the stone. All the people got pricked the conscience and they departed of the Lord. ദൈവത്തിന് മഹത്വം. Glory be to the Lord. സക്കായിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. We know the history of Zacchaeus. യേശുവിനെ കണ്ടപ്പോൾ on seeing Jesus, അവൻ ഇപ്രകാരം പറയുന്നു, he said, so ഞാൻ അന്യായമായി പിടിച്ചുപറിച്ചത് 4 മടങ്ങ് തിരിച്ചു കൊടുത്തേക്കാം. what I have by means of deception confiscated, I will restitute fourfold. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ചിലരുടെ അന്യായം എന്താ അറിയാമോ? What is unrighteous act of some people? കടം മേടിക്കും. They will borrow. 1 ലക്ഷം മേടിച്ചു, for like 1 lakh, 50,000 മേടിച്ചു, 50,000, അല്ലെങ്കിൽ 5 ലക്ഷം മേടിച്ചു, or 5 lakh. എന്തെങ്കിലും അന്നത്തെ കാര്യം സാധിക്കാൻ വേണ്ടി കുറച്ച് പൈസ എങ്ങനെയെങ്കിലും ആ കാല് വീണിട്ട് കാശ് മേടിക്കും. In order to fulfill their need, they will just even touch their foot and buy this money. അവൻ തിരിച്ചു കൊടുക്കില്ല. They will never repay. അവനാണ് ദുഷ്ടൻ. He is wicked. വായിച്ച് 37 സങ്കീർത്തനത്തിന്റെ 21 വാക്യം വായിച്ചേ. Psalm 37 verse 21. വായ്പ വാങ്ങിട്ട് തിരിച്ചു കൊടുക്കാത്തവൻ ദുഷ്ടനാണ്, അവനാണ് അന്യായക്കാരൻ. Wicked is the one who borrows money and never repays. വായിച്ചാട്ടെ. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. അപ്പോൾ വായ്പ വാങ്ങിട്ട് തിരിച്ചു കൊടുക്കാത്തവരുടെ പേരെന്താണ്? ദുഷ്ടൻ. He that borrows money and does not repay, he is wicked. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നേ അതോ ഞാൻ എന്തോ പാവം ചെയ്തോ വല്ല കുറ്റവും ചെയ്തോ? ഒന്നുമില്ലല്ലോ. ഒരു കാശ് മേടിച്ചു കൊടുത്ത് ഞാൻ തിരിച്ചു കൊടുത്തത് മാത്രമേ ഉള്ളൂ. എന്താ തെറ്റ്? അവന്റെ പേരാണ് ദുഷ്ടൻ, അന്യായക്കാരൻ. He may think that I haven't committed any wrong, any sin, any wickedness. Simply I borrowed some amount, I haven't repaid. No, it amounts to committing sin, which is unrighteousness. ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവർ അന്യായക്കാരാണ്. ദശാംശം മോഷ്ടിക്കുന്നവൻ അന്യായക്കാരാണ്. എല്ലാം പറയാൻ സമയമില്ല. There are people who do not offer the due that is for the work of God. They are committed unrighteous act. If you are stealing the part of tithe, that amounts to unrighteous act again. കൈക്കൂലി വാങ്ങുന്നവൻ അന്യായക്കാരനാണ്. He that receives a bribe, he is unrighteous. പിടിച്ചോടിക്കുന്നവൻ അന്യായക്കാരനാണ്. Extortioner is unrighteous. മറ്റു പല സ്വഭാവങ്ങൾ പാവ സ്വഭാവത്തിൽ ജീവിക്കുന്നവൻ അന്യായക്കാരനാണ്. Other viciousnesses with which you are bound and you are committing unrighteous act. അതുകൊണ്ടാണ് സക്കായി വേഗം മരത്തിൽ ഇറങ്ങി വന്ന് ആ കാറ്റത്തിൽ ഇറങ്ങി വന്ന ശേഷം കാലെ പിടിച്ച് പറയുക, ദൈവമേ യേശുവേ, അന്യായമായി പിടിച്ചവർക്ക് 4 മടങ്ങ് തിരിച്ചു കൊടുത്തോളാം. യേശു പറഞ്ഞെന്താ അറിയാമോ? നീ അമൃതാവിന്റെ മകനാക്കിയാൽ ഇന്ന് നിന്റെ വീട്ടിൽ രക്ഷ വന്നു. അന്യായത്തിന്റെ ശക്തി നിന്റെ ഉള്ളത്തിലുണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ ദൈവതമ്പുരാൻ ഒരിക്കലും സ്ഥാനം അവിടെ ഇല്ല. Zacchaeus abruptly alighted from that sycamore tree. He came, touched the footsteps and cried, "O Lord, if I have deceptionally received anything, I am going to restore it fourfold." Then the Lord said, as he belonged to the family of Abraham, today there is salvation to your house. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ഏതൊരു മനുഷ്യന് നിയമങ്ങൾ കൊടുത്തു. In Eden, God has given laws to man. നിയമത്തിൽ അവർ നിലനിന്നപ്പോൾ, when he was abiding in the law, ദൈവമായുള്ള സംസർഗം ഉണ്ടായിരുന്നു. he maintained the intimacy with God. എല്ലാ ദിവസവും ഓടിയെത്തുമായിരുന്നു. Every day he would rush to the presence of God. ഇപ്പോഴോ? But now, ചെന്നപ്പോൾ അവർ മനുഷ്യനെ കാണാനില്ല. on reaching that garden, alas, man is missing. എന്തുകൊണ്ട്? Why? അവൻ അന്യായം ചെയ്തു. He committed unrighteously. നിയമം ലംഘിച്ചു. He transgressed the law. നിയമത്തിൽ നിലനിൽക്കേണ്ടതായിരിക്കും മനുഷ്യന്റെ നിയമം ലംഘിച്ചു. The man who was expected to abide in the law, alas, he has transgressed it. ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ട് വരുമ്പോൾ, Israelites, as they set out of Egypt, അവർക്ക് നിയമം കൊടുത്തു. a law was given to them. ദൈവമായി ഉടമ്പടി ചെയ്തു. They made a covenant with God. എന്താണ് ഉടമ്പടി? What was that
pact. ഇനിയുള്ള കാലഘട്ടം മുഴുവനും ഞാൻ ദൈവത്തിന് വിശുദ്ധജനമായിരുന്നു കൊള്ളാം. Throughout the remaining days of her life, I will remain a holy nation unto my God. പക്ഷേ അതെല്ലാം വിട്ടുമാറി. Alas, they departed from the pact. നല്ലല്ലേ 26 യാവർത്ത് 26:18 Deuteronomy 26:18, I suppose. 18:26 ഞാൻ അങ്ങേക്ക് വിശുദ്ധജനമായിരുന്നുള്ള ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ഉടമ്പടി ചെയ്തു. Israelites made a covenant with the Lord. We shall be a holy nation unto you. യഹോവ അരുളി ചെയ്തതുപോലെ നീ അവന് സ്വന്തം ജനമായി അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുമെന്നും താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കുമെന്ന് ഇന്ന് നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു. നമുക്ക് ഉടമ്പടി ചെയ്യാം. Today let's make the covenant. എന്റെ ജീവിതത്തിൽ കർത്താവേ, ഇനിയുള്ള കാലഘട്ടം മുഴുവനും ഞാൻ എന്റെ ദൈവത്തിന് വിശുദ്ധജനമായിരുന്നുള്ള. Oh Lord, all the remaining days of my life I'll remain a holy nation unto thee. വിശുദ്ധിക്ക് അന്യമായിട്ടുള്ള ഒരു കാര്യം, ഒരു സംഭാഷണം പോലും എന്റെ നാവിൽ ഉണ്ടാകത്തില്ല. Anything paradoxical to holiness, any filthy communication shall never find place upon my tongue. അങ്ങനെ തീരുമാനം എടുക്കുന്ന നിശ്ചയമായി ദൈവമക്കളെ, യിരെമ്യാവ് 38 വാക്യത്തിൽ കാണുന്ന പോലെ നിന്റെ നുകത്തിന്റെ ശക്തികളെ ഇന്ന് ഒടിച്ചു കളയും, തകർത്ത് കളയും. Thus tonight, if you make such a covenant, such a decision, as it is mentioned in the book of Jeremiah chapter 30 verse 12, the Lord is going to break away that yoke of bondage from your life tonight. നുകത്തിന്റെ അഭിക്കൈകളെ, ബന്ധനത്തെ ഇന്ന് രാത്രികാലം അഴിക്കല്ല, അറച്ചു കളയും. Tonight the Lord is not going to loosen, rather snap away, cut away the bands of the yoke. അനീതിയുടെ ബന്ധനങ്ങൾ, different kinds of yokes, ദുഷ്ടരുടെ ബന്ധനങ്ങൾ, the yokes of the wicked, പാപത്തിന്റെ സന്തോഷത്തിന്റെ ബന്ധനങ്ങൾ, the bindings of the joy of sin, ജഡിയ സഖ്യയുടെ ബന്ധനങ്ങൾ, the power of the carnal mindedness, ലോക സ്നേഹത്തിന്റെ ബന്ധനങ്ങൾ, the binding of the love of the world, നിശ്ചയമായി ഇന്ന് അറുത്ത് കളയും. indeed tonight shall be snapped away. നഹൂം 1:13 വായിക്കുന്നു, Nahum chapter 1 verse 13, നിന്റെ ബന്ധനത്തെ ഇന്ന് രാത്രി അറുത്ത് കളയും. tonight the Lord is going to cut off all your bindings. ഏത് ബന്ധനമാണ്? What kind of yoke? അപ്പോസ്തലർ 8:23 Acts of Apostles chapter 8 verse 23, അനീതിയുടെ ബന്ധനം അഴിച്ചു കളയും. ആ വാക്യം വായിച്ചാട്ടെ. the Lord is going to unstrap the unrighteous cord. നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. അനീതിയുടെ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പരിശുദ്ധാത്മാ പറയുന്നു, അനേക വ്യക്തികൾ പല വ്യക്തികളുടെയും അനീതിയുടെ ബന്ധനത്തിലായിരിക്കുന്നു. ദൈവമക്കളെ, നീ സമ്മതിക്കുന്നെങ്കിൽ നിന്റെ ആ ബന്ധനത്തെ കർത്താവ് ഇന്ന് അറച്ചു കളയാൻ പോകുകയാണ്. Tonight the Holy Spirit is giving a note of caution. Today many people are under the yoke of the bondage of unrighteousness. If you are prepared, tonight the Lord is going to cut it off. ഹല്ലേലൂയ. Praise the Lord. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം എന്റെ അനീതിയുടെ ബന്ധനം, പാപത്തിന്റെ സന്തോഷത്തിന്റെ ബന്ധനങ്ങൾ, ലോകത്തിന്റെ മോഹത്തിന്റെ ബന്ധനങ്ങൾ, ലൗകികമായിട്ടുള്ള ബന്ധനത്തിന്റെ ബന്ധനങ്ങൾ, എല്ലാ അനീതിയുടെ എല്ലാ അന്യായമായിട്ടുള്ള സകല ബന്ധനത്തെയും എന്റെ ദൈവം ഇന്ന് രാത്രികാലം അറുത്തുകളെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം കര ഉയർത്തി ശക്തമായൊരു 3 അല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത്രയും പേരുണ്ടായിട്ട് ഈ അല്ലേലൂയയുടെ ശബ്ദം ഇതിൽ മുഴകട്ടെന്ന് ശക്തമായി അല്ലേലൂയ പറയാമോ? നമ്മൾ ഈ അല്ലേലൂയ പറയുമ്പോണ്ടല്ലോ സാത്താനും വിറയ്ക്കും. When we shout hallelujah, the devil shall be shivering. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, എന്താണ് ബന്ധനം? What is this binding? 1 പാപത്തിന്റെ ബന്ധനം, First, it's a bondage of sin. 2 സാത്താന്റെ ബന്ധനം, Second, it's a yoke of the devil. മറ്റൊന്ന് അന്യായ ബന്ധനം. Third, binding of strange fellowship. അന്യായ ബന്ധനത്തെ അഴിച്ചുകളക. You have to understand strange relationship. നുകത്തിന്റെ അമുഖതകളെ അഴിക്കട്ടെ. You have to destroy the bands of the yoke. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. Liberate the bind. എല്ലാ നുകത്തെയും തകർക്കുക. All yoke should be broken. ദൈവത്തിന് മഹത്വം. Glory be to the Lord. ദൈവം നിന്നെ നീതിയായി കണക്കിടും. God shall reckon unto your righteousness. ദൈവം നിന്നെ നിശ്ചയമായി മാനിക്കും. ദൈവമക്കൾ, God is going to honor you indeed. മറ്റൊരു ബന്ധനത്തെ കുറിച്ച് പറയട്ടെ. I would like to highlight of another bondage. ലൂക്കോസ് സുവിശേഷം 13:12 വാക്യം. Luke's Gospel chapter 13 verse number 12. ലൂക്കോസ് 13:12 വാക്യം. 13:12. യേശു അവളെ കണ്ടു അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. ദൈവത്തിന് മഹത്വം. Glory be to the Lord. മറ്റൊരു ബന്ധനമാണ് ദൈവമക്കളെ രോഗബന്ധനം.
binding or the yoke of sickness is another bondage. ഇന്ന് ഏത് മനുഷ്യനെ നോക്കിയാലും എന്തൊക്കെയും രോഗത്തെ പറ്റി പറയും. When you say anybody, he speaks about any kind of infirmity. കാൽവേദനയാന്ന് പറയും. You'll say that leg pain. കൈക്ക് വേദനയാന്ന് പറയും. You'll say limbs pain. തലയ്ക്ക് വേദനയാന്ന് പറയും. You'll say headache. കുടൽ വേദനയാന്ന് പറയും. You'll say bowel കിഡ്നി pain. പ്രോബ്ലം ആണെന്ന് പറയും. You'll say kidney problem. അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് പറയും. You'll say cancerous. ക്ഷയരോഗം എന്ന് പറയും. You'll say TB. മറ്റേതൊക്കെ വ്യക്തികൾ എന്തൊക്കെ രോഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. He speak about some malady. എന്ത് വരട്ടെന്ന്, Let what may befall. എന്റെ യേശു കൂടെ ഉണ്ട്. Our Jesus is with us. നമുക്കത് സന്തോഷിക്കണം. Let's rejoice in അയ്യോ Him. രോഗമാണ്, അയ്യോ കഷ്ടമാണ്, എനിക്കിന്റെ രോഗമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടേ നടക്കുക പലരും. Alas sickness, alas weakness, alas feebleness, always keeping on chanting about your sickness. നമുക്കെന്ത് പേടിക്കാനാ? Why should we be frightened? ബന്ധനത്തെ അടിക്കുന്ന ഒരു കർത്താവ് കൂടെ ഉണ്ട്. This Lord who is going to cut off. The binding is accompanying our life. കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടുവാൻ ഒരുക്കമായിരിക്കട്ടെ. We must be prepared to be taken up at the coming of the Lord. നമ്മുടെ യേശു കൂടെ ഉണ്ട്. Our Jesus is with us. ഇന്ന് ഈ ബന്ധനെ അടിക്കാനായിട്ട് നേരെ പോകുന്നത് അറിയാമോ? ഇവിടെ പല വലിയ വിലേറിയ വലിയ ആശുപത്രികളുണ്ട്, അവിടേക്കാ പോകുന്നത്. You don't unstop the bindings today. Many people pay visit to special hospitals. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ലൂക്കോസ് 13, 11, 12 വചനം വായിക്കുമ്പോൾ 18 വർഷക്കാലം കൂനിയായി നടന്നായ ബന്ധിച്ചിരുന്നായ ആ രോഗിയുടെ ബന്ധനത്തെ കർത്താവ് ശാസിക്കുന്നു, സൗഖ്യമാക്കുന്നു. Luke's Gospel chapter 13 verses 11 to 13. We read about the person for 13 long years had been bent, but the Lord is rebuking that evil spirit and the Lord is free. വായിച്ചോട്ടെ, അങ്ങനെയല്ലേ? അവിടെ 18 സംവത്സരമായി 18 വർഷമായിട്ട് ഒരു രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു അടുക്ക വിളിച്ചു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഞാൻ നിങ്ങളോട് പറയട്ടെ, let me tell you, നിങ്ങൾ പലവിധമായ രോഗത്തിന്റെ കാഠിന്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. you may be under the severity of different kinds of infirmities. ചുമ്മാ നമ്മൾ പ്രാർത്ഥിക്കുന്ന അർത്ഥമില്ല. In vain, there's no meaning of prayer. വിടുവിപ്പാൻ യേശുവിന് കഴിയുന്ന വിശ്വാസമുണ്ടോ? Can you believe Jesus is able to deliver you? കുട്ടാരിക്കര കൺവെൻഷൻ സമയത്ത് during Kuttarakara convention, കാഴ്ചയില്ലാത്ത വ്യക്തികൾ കാഴ്ച ലഭിച്ചു. a person who couldn't have proper vision got sight. ചെകിടർക്ക് കേടി ലഭിച്ചു. The hearing impaired got restored. ക്യാൻസർ രോഗത്താൽ ഡോക്ടർമാർ കൈവിട്ടതായ ഒരു കേസ് ഉണ്ടായിരുന്നു. There's a case suffering cancerous miserably left behind by doctors. അവരെ പ്രാർത്ഥിച്ചയച്ചു. Prayed and sent off. അവരൊന്നും സാക്ഷിക്കൊന്നും പറഞ്ഞില്ല. They did not testify on that context. അവർ വേറെ ട്രിവാൻഡ്രത്ത് RCC പോയി. Straight away they visited Trivandrum RCC. പരിശോധിച്ചു. They examined. ഡോക്ടർ പരിശോധിച്ചിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. Doctor checked, diagnosed, look at the face. എന്ത് സംഭവിച്ചു? What happened? എന്ത് സംഭവിച്ചു? What happened? ഇതൊക്കെ സൗഖ്യമായല്ലോ. You are totally healed. ക്യാൻസർ ഇല്ലല്ലോ. No trace of cancer. ആ ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അവരവിടെ തുള്ളിച്ചാടാൻ തുടങ്ങി. On hearing that no cancer, she started leaping and dancing. അവരെനിക്ക് ഫോൺ ചെയ്തു. She telephoned to me. എന്റെ യേശുവിനെ സൗഖ്യമാണ്. My Jesus did heal me. ചിലർ വിചാരിച്ചിരിക്കുന്നവർ ക്യാൻസർ രോഗം വന്നുപോയി അവന്റെ കാറ്റ് തീർന്നില്ല. Some people feel if only is afflicted with the cancerous, and that is the end of his life. ഇനി എത്ര മരുന്ന് ചെയ്താലും എന്തെല്ലാം ചെയ്താലും അവൻ സൗഖ്യം ഉണ്ടാക്കാൻ പോകുന്നതാണ് മനസ്സിന്റെ ചിന്ത. അതാണ്. They feel even though we take medication, even though we undergo treatments, we are not going to be healed. മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയരുത് മക്കളെ. Man can do nothing. നിന്റെ ബന്ധനത്തെ രോഗബന്ധനത്തെ അഴിക്കുവാൻ അധികാരമുള്ള ഒരുവനുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. There is one who has got the power and authority to discard the binding of infirmity. That's our Lord Jesus Christ. ആരും വന്ന് കൈവച്ച് പ്രാർത്ഥിക്കണ്ട. Nobody needs to just lay the hand upon you and pray. നീ വിശ്വസിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ പേര് കർത്താവിന്റെ കരം വരും. As you believe, praise and pray, the strength of God shall come upon you. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അതിനൊരു അവസരം തരാം. After 10 minutes, I will devote some time to the same. ദൈവമക്കളെ, നിശ്ചയമായി നിന്റെ രോഗബന്ധനത്തെ 100% ഞാൻ വിശ്വസിക്കുന്നു. ആരും ദൈവസേന വിട്ടു പോകരുത്. ഇന്ന് വന്നിരിക്കുന്ന സകല രോഗത്തെയും ജാഗ്രത വ്യക്തിയുടെ രോഗത്തെയും സൗഖ്യമാക്കി അയക്കുന്നു ഞാൻ 100% വിശ്വസിക്കുന്ന ദൈവമക്കളെ. വിശ്വസിക്കുന്നവരെ കരം ഉയർത്തി അന്യം പറയാമോ? Beloved people of God, before the end of the meeting, please do not depart. I do believe that all the people who have come here with the different kinds of sicknesses, 100% I believe the Lord is going to command miraculous, wonderful healing tonight itself. പുറപ്പാട് 23-25 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. Exodus 21:25.
നിങ്ങളുടെ രോഗത്തെ നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. I will remove sicknesses from the midst of you. വായിച്ചാട്ടെ 23-25 23-25. രോഗങ്ങളെ നിന്നിൽ നിന്ന് അകറ്റിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റി കളയും. ഏത് രോഗമാ? ഒരു രോഗമല്ല. Which is sickness, simply not one. അവർ ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നു, സകല രോഗത്തെയും കർത്താവ് സൗഖ്യമാക്കും. Deuteronomy chapter 7 verse 15, the Lord promises, I'll heal you from all your sicknesses. സകല രോഗത്തെയും യേശു സൗഖ്യമാക്കും. Jesus is able to heal all kinds of sicknesses. വായിച്ചേ ആവർത്തന 7-15 വാക്യം. യഹോവ സകല രോഗത്തെ നിന്നിൽ അകറ്റിക്കളയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഒരു രോഗമല്ല ഈ മക്കളെ, not simply one sickness. നിന്റെ ശരീരത്തിൽ എന്തെല്ലാം വ്യാധി ഉണ്ടെങ്കിലും അത് മൊത്തം അകറ്റിക്കളയും. What will a sickness that inflicts your body, the Lord is able to heal it. ദൈവത്തിന് മഹത്വം. Glory be to the Lord. വായിക്കാൻ സമയമില്ല, no time to go through the passage. രോഗശയ്യയിൽ നിന്നെ കർത്താവ് താങ്ങും. The Lord is able to uphold you on the sick bed. ദൈവത്തിന് സ്തോത്രം. Glory to the Lord. നിന്റെ ഹൃദയത്തിന് മാനസികമായിട്ടുള്ള രോഗം പിടിച്ചിരിക്കുകയാണ്. Perhaps you are afflicted with a psychological malady. അത് കർത്താവ് നിശ്ചയമായി കർത്താവ് ഇത് സൗഖ്യമാക്കും. Tonight the Lord is going to heal it altogether. സാക്ഷാൽ ഇവിടെ രോഗങ്ങളെ വഹിച്ചു, വേദനകളെ ചുമന്നു, അടിപ്പിടലുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നുള്ള വാക്യത്തെ നമുക്ക് വിശ്വസിക്കാം. Truly he bore our sicknesses, he carried all our sins, by his stripes we have been healed. Let us believe the promise of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ആ അക്ഷരീയമായിട്ടുള്ള രോഗം മാത്രമല്ല, not only physical sicknesses, ആത്മീയമായിട്ടുള്ള രോഗത്തെയും കർത്താവ് മാറ്റും. the Lord is able to heal all the spiritual sicknesses as well. ചിലരുടെ ഹൃദയത്തിലാണ് രോഗം. With regard to some people, the sickness is in the heart. അത് അകത്യഭാരം ചുമക്കുന്ന അനുഭവമാണ്. That is an experience of bearing the burden of iniquity. മനസ്സിലാണ് രോഗം. Some people are in the psyche. എന്ന മനസ്സിനെ മലിനപ്പെടുത്തുന്ന ചിന്തകൾ. That is malicious thoughts which corrupt mind. കാലിലാണ് രോഗം. Some people on the feet. നടപ്പിന്റെ നിർമ്മലതയില്ലാത്ത അനുഭവങ്ങൾ. That is not able to maintain a holy life. ചിലർക്ക് കണ്ണിലാണ് രോഗം. With regard to some people on the eyes. കണ്ണുമായിട്ട് നിയമം ചെയ്യുവാൻ അല്ലെങ്കിൽ ജയമെടുക്കുവാൻ കഴിയാതുള്ളായ ആത്മീയ വെളിപ്പാടില്ലാത്തായ ഒരു രോഗം. They are not able to make a pact to the eye. They are not able to attain an overcoming life. They do not exemplify an overcoming life. ചിലർക്ക് ചെവിക്കാണ് രോഗം. Some people with regard to manly in the eyes, in the ears. ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരാണ്. There is no circumcision to the heart and the ear. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വഴക്കുണ്ടാക്കുന്നവർ. On hearing unnecessary things, people create a scuffle. അത് ഇതൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവർ. People make slanders, gossips and create problems. ചിലർക്ക് നാവിലാണ് രോഗം. With regard to some people on the tongue. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നാവിന്റെ രോഗത്തെ പറ്റി പറയണമെങ്കിൽ 9 കാര്യമുണ്ട്. In order to speak the tongue on sickness on the tongue, 9 things ought to be added into. സമയം പോയതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. So time is ticking by, let me not touch it. പലരുടെ നാവില് 9 രോഗമുണ്ട്. With regard to some people, 9 sicknesses haunting the tongue. ഇതൊക്കെ കണ്ടുപിടിക്കണം. You have to detect everything. ശരീരത്തിന്റെ രോഗം മാത്രമല്ല, not only sickness on the physique. മനസ്സിന് രോഗം. There is sickness on the psyche. നമുക്ക് തലയ്ക്ക് രോഗമുണ്ട്. Sickness in the brain. മനസ്സിനെ മലിനപ്പെടുത്തുകയാണ്. They are corrupting the mind. അന്യമായ ചിന്തകൾ, strange thoughts. ഉറങ്ങാൻ കിടക്കുമ്പോൾ, as they go to bed, ആ ഉറക്കത്തിൽ, in the sleep, അന്യമായിട്ടുള്ള ചിന്തകളും അന്യമായിട്ടുള്ള പാപത്തിന്റെ ശക്തികളും പോരാട്ടമായിട്ട് നീ അകപ്പെട്ടിരിക്കുകയാണ്. strange dreams, strange imaginations, sinful thoughts haunt you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതുകൊണ്ടാണ് ദുർസ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് ഒരിക്കൽ അടുത്തിടയ്ക്ക് എന്റെ ആരാധന ചോദിക്കണ്ട, ഒരാൾ രാത്രിയിൽ സാത്താന് ഒരു ദുഷ്ടമൃഗം തന്നെ കടിക്കാൻ വരുന്നതായിട്ട് ദുഷ്ട ഒരു മൃഗം അവന്റെ ഉറക്കത്തിൽ കാല് പിടിച്ച് കാലുകൊണ്ട് 2 തട്ടം കൊടുത്തു, ഒരൊറ്റ അടിയം കൊടുത്തു. Once a person had a dream, it was a nightmare. In that dream he had seen a wicked animal was coming to just attack him. This person kicked with the foot. അടിച്ചത് കട്ടിലിന്റെ കാലിലാണ്. He kicked on the leg of the cot. കാലങ്ങ് വല്ലാതെ നീര് കയറി. So that got swelled. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ early morning when he got up, അടുത്ത വീട്ടിൽ നമ്മുടെ അടുത്ത ആളാ, അടുത്ത പെയ്ത്തൂരിന്റെ അടുത്തുള്ള ആളാ, and he was a neighbor of a Faithom. എന്ത് പറ്റി? What happened? എന്ത് പറ്റി? What happened? ഇന്നലെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. Yesterday there was no problem. എന്ത് പറയാനാ ഉദ്ദേശിച്ചേ? Pastor, what shall I do? ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഞാൻ ദർശനം കണ്ടു.
I had a dream. ഒരു ദുഷ്ടമൃഗം എന്നെ കടിക്കാൻ വരുന്നതായിട്ട് കണ്ടു. A ferocious animal was attempting to bite me. ഞാൻ കാലുമടക്കി അടിച്ചതാണ്. I kicked with my foot. അടിച്ചത് കട്ടിലിലെ കാലിലായിരുന്നു. Unfortunately, that was on the leg of the cot. ഒരു മാസം കെട്ടിക്കൊണ്ട് നടന്നു. For 1 month he had the bandage. എന്താ കാര്യം? What's the reason? അകർത്യം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. Because he went to bed thinking iniquity. ഇത് നമ്മുടെ വിശ്വാസികളൊക്കെ ഉണ്ടല്ലോ, അതും കണ്ട് ഇതും കണ്ട്, ക്രിക്കറ്റ് കളിയും കണ്ട്, മറ്റവരെയും കണ്ട്, ഇവിടെയും കണ്ട്, മറ്റവരെയും കണ്ട് എന്ന് വേണ്ട മേച്ചിടകളും കണ്ട് സന്തോഷിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരെ ഓർത്തോണം. സാത്താൻ നിന്നെ പിടിച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഇന്ന് രാത്രിക്കാലം അനുഭവിച്ചോ, യേശുവിലേക്ക് അടുത്തു വന്നോ, അതിന്റെ തെറ്റായിട്ടുള്ള മുഖത്തെ തകർക്ക്, രോഗബന്ധനത്തെ തകർക്കുവാൻ അധികാരമുള്ള കർത്താവ് നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. Our believers, particularly youngsters, watch the abominable things and thereby they go to bed with that incessant thoughts. They have the nightmare whereby they are haunted by tonight. If there is any such a temptation in your life, regret. Otherwise, this bondage will take you to unto that bottomless pit. ദൈവമക്കളെ, beloved people of God, യഥാർത്ഥമായിട്ടുള്ള നുകത്തിന്റെ കീഴിൽ നമ്മൾ വരണം. we must be brought under the real yoke. അത് അഭിഷേകമായ നുകമാണ്. That's a yoke of anointing. അപ്പോസ്തലപ്രവൃത്തി 20:22 വാക്യം. Acts Apostle chapter 20 verse 22. യഥാർത്ഥമായ നുകത്തിന്റെ കീഴിൽ നമ്മൾ വരണം. We must be brought under the real yoke. വായിച്ചാട്ട്. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമുക്ക് ആത്മാവിനാൽ ബന്ധിക്കപ്പെടാം. Let's be bound by the Spirit. അഭിഷേകത്താൽ ബന്ധിക്കപ്പെടാം. Let's be bound by anointing. അഭിഷേകത്തിൽ ബന്ധനം ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവമക്കളെ ആ ബന്ധത്തെ പൊട്ടിക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. If there is binding in the anointing, no power can break that yoke. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, ഒന്ന് ആത്മാവിനാൽ ബന്ധിക്കപ്പെടണം. Beloved people of God, we must be bound by the yoke of anointing. മത്തായി സുവിശേഷം 11:29-30 വചനം വായിക്കുമ്പോൾ യേശു പ്രകാരം പറയുണ്ടായി. Matthew's Gospel chapter 11 verses 28 to 30, Lord Jesus Christ stated there, എന്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. take my yoke upon you and learn of me. With that being so, you'll find rest, repose to your soul. നമ്മൾ കർത്താവിനോട് കൂടെ പഠിക്കണം. Let us learn of the Lord. അവന്റെ സ്നേഹം പഠിക്കണം. Let us learn the love of Jesus. അവന്റെ വിശുദ്ധി പഠിക്കണം. Let us learn the holiness of the Lord. ക്രിസ്തുവിന്റെ താഴ്മ പഠിക്കണം. Let us learn the humility of ക്രിസ്തുവിന്റെ Jesus. അനുസരണം പഠിക്കണം. Let us learn the obedience of ക്രിസ്തുവിന്റെ Jesus. സ്നേഹത്തെ പഠിക്കണം. Let us learn the love of ക്രിസ്തുവിന്റെ Jesus. സൗമ്യത പഠിക്കണം. Let us learn the softness of Jesus. ക്രിസ്തുവിന്റെ പ്രാർത്ഥന അനുഭവം പഠിക്കണം. Let us learn the manner of prayer of Jesus. അവന്റെ മുഖം ഏറ്റുകൊണ്ട് ദൈവമക്കളെ അവനോട് പഠിക്കണം. ക്രിസ്തുവിന്റെ കാഴ്ചയുടെ അനുഭവത്തെ പഠിക്കണം. Let us take the yoke of Jesus upon us, learn of Him, learn of the obedience and humility. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. കഷ്ടം സഹിച്ച കർത്താവായ യേശു ക്രിസ്തു ഇതാ ഒരു മഹത്വ കിരീടം ദൈവമക്കളെ ഒരുക്കി ഇതാ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഭക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. The Lord Jesus Christ who entered His sufferings, He is to prepare a glorious kingdom, and you are going to be coronated with the same. കഷ്ടം സഹിക്കുന്നവർ, Those who suffer, ജയജീവിതം പ്രാപിക്കുന്നവർ, those who attain overcoming life, ലോകത്തെ ജയിച്ചവർ, those who overcome sickness, പാപത്തെ ജയിക്കുന്നവർക്ക്, those who overcome sin, ലോക ഇമ്പങ്ങളെ ജയിക്കുന്നവർക്ക്, those who overcome the pleasures of the world, സാത്താന്റെ അടിമത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നവർക്ക്, those who are deliverance from the bondage of the devil, കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവർക്ക്, those who suffer for the sake of the name of Christ, അന്യായമായിട്ടുള്ള ചിന്തകൾ, അന്യായമായിട്ടുള്ള പ്രവൃത്തികളെ വഴികളെ വിട്ടിട്ട് ശരിയായ പാതയിൽ കൂടെ ജീവിക്കുന്നവർക്ക്, those who cast off the unrighteous sinful ways and follow the Lord on the righteous track. അഥവാ യേശു പറഞ്ഞിരിക്കുന്ന കൽപ്പനകളായ മാനസാന്തരപ്പെട്ട് മുടികൾ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ മുടികൾ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് വേറുപാട് പാലിച്ച് ജയത്തോട് ജീവിക്കുന്നതായ വിശുദ്ധി ജീവിക്കുന്നതായ ദൈവമക്കളെ നമുക്കായി ഒരു മഹത്വ കിരീടം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. In other words, the law that is prescribed by Lord Jesus Christ, following the way of repentance, the law of water baptism, the law of the Holy Spirit of God, accomplishing a life of separation, following the track of the apostle doctrine. If you are doing an overcoming life, the Lord is preparing a throne for you and going to receive you there. യേശു പറഞ്ഞു, Jesus said, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. there are many mansions, dwelling places in my Father's house. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. However, I go to prepare a place for you. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ, once the place is prepared, ഞാൻ ഇരിക്കുന്നിടത്ത്, the place where I am, നിങ്ങൾ ഇരിക്കേണ്ടതിന്, that you may be, പിന്നെ വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്ത് I'll come again and gather you unto myself.
ദൈവം നമുക്കായി ഒരു മഹത്വ കിരീടം ഒരുക്കുന്നു. The Lord is preparing a glorious crown for us. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. നമുക്ക് അനേക വാസസ്ഥലങ്ങൾ സ്വർഗ്ഗത്തിൽ ഉണ്ടെങ്കിലും തന്റെ കാന്തയ്ക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലമാണ് പുതിയ യെരൂശലേം സ്വർഗ്ഗസിയോൻ. All the umpteen sides of dwelling places are reserved in heaven. The Lord is preparing a particular place for the bride, for the wife. That is New Jerusalem and Zion. ആ നിത്യരാജ്യം അവകാശമാക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. Let's be prepared to inherit that everlasting kingdom. അതിന് ദൈവമക്കളുടെ തെറ്റായിട്ടുള്ള ബന്ധനത്തെ നുകത്തെ ഇന്ന് രാത്രികാലം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് നിർമൂലമാക്കാൻ പോകുകയാണ്. For the same purpose, in the name of Lord and Savior Jesus Christ, all the erroneous, unrighteous yoke of bondage are going to be crushed away. എന്റെ കർത്താവ്, My Lord, എന്റെ സകല ബന്ധനത്തെയും അഴിക്കും. He will just discard all my പാപത്തിന്റെ bindings. ബന്ധനം അഴിക്കും. He will just unloose the binding of സാത്താന്റെ sickness. ബന്ധനം അഴിക്കും. He will break the yoke of Satan. ഈ ലോകത്തിന്റെ മോഹത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കും. He will break the yoke of the lust of the world. അന്യായ ബന്ധനങ്ങളെ അഴിക്കും. He will break the yoke of strange feelings. രോഗബാധയുള്ള പിശാചിന്റെ ശക്തികളെ ഇന്ന് രാത്രികാല കർത്താവ് അഴിക്കും. Today the Lord is going to break the yoke of the devil who is bringing sickness in my body. അത് വിശ്വസിക്കുന്നവരുണ്ടോ? Those who believe, if you are there, വിശ്വസിക്കുന്നവരുണ്ടോ? those who believe here, വിശ്വസിക്കുന്നവരുണ്ടോ? do you believe it? ഹല്ലേലൂയ. Praise the Lord. അതാണ് കറക്റ്റ്. ഞാൻ ഹല്ലേലൂയ പറയണ്ട, കൈയോർത്താനും പറയണ്ട. വിശ്വസിക്കുന്നവർ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ നൂറുകണക്കിന് ജനങ്ങൾ കൈ ഉയർത്തി. അവരെയാണ് ദൈവം മാനിക്കാൻ പോകുന്നത്. അവരെ കർത്താവ് വിടുവിക്കാൻ പോകുകയാണ്. നിശ്ചയമായും ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലം നിന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സാത്താന്റെ ബന്ധനത്തെ, ഇന്ന് രാത്രികാലം ആ രോഗബന്ധനത്തെ കർത്താവ് അകറ്റാൻ പോകുകയാണ്. Tonight the devil is force that is bound you, and you are brought in the yoke of the devil. The Lord is going to liberate you. The sickness which has bound you, tonight the Lord is going to unstrap it too. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. നമ്മുടെ യേശു നമുക്ക് നല്ലവനാണ്. Our Jesus is good to us. അവൻ വാക്കുവനിട്ട് മാറാത്ത ദൈവമാണ്. He is the Lord who is faithful in the promises. വിശ്വസിക്കുന്നവർ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Those who believe shall stand up, please. കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം ഇന്ന് രാത്രി കാണാൻ പോകുകയാണ്. The hands of wonder of God is going to be manifested here. ആരും ദൈവസന്നിധി വിട്ടു പോകരുത്. Please do not quit the presence of God. കർത്താവിന്റെ അത്ഭുത കരം നിന്റെ മേൽ നീട്ടാൻ പോകുകയാണ്. The miraculous hand of God is going to be stretched upon you. നിന്റെ മേൽ നീട്ടി എന്ന് അറിയുന്നത് എങ്ങനെയാണ്? How can you understand the Lord has stretched the hand upon you? ഒരു അഭിഷേകം നിന്റെ മേൽ വരും. An anointing shall overshadow you. ഈ വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം Once the meeting is over, നാളെയോ tomorrow, മറ്റന്നാളോ day after tomorrow, നീ അടുത്ത എവിടേക്കും പോയി ആശുപത്രിയിൽ ചെക്ക് ചെയ്തു. you go to some hospital and have physical checkup. ആ രോഗം നിന്റെ ശരീരത്തിൽ കാണത്തില്ല. No more is the sickness in your body. വിശ്വസിക്കുന്നതിന് മാത്രം ദൈവസന്നിധി നിന്നാട്ടെ. Those who believe simply pray in the presence of God. നിനക്ക് അഭിഷേകം ഉണ്ടോ? Do you have anointing? ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയാട്ടെ. If there is anointing, lift up your hand. സാധാരണ അഭിഷേകമല്ല. It is not the ordinary anointing. നൃത്തം ചെയ്ത് നിങ്ങൾ അഭിഷേകം പ്രാപിക്കണം. ആത്മാവിനെ അറിയണം. You must dance, get filled with the Spirit. പാപവും Sin, ശാപവും curse, രോഗവും sickness, എല്ലാവിധ പിശാചിന്റെ ശക്തികളും all kinds of devilish powers, മന്ത്രവാദ ശക്തികളും power of witchcraft, ദുഷ്ട ശക്തികളും power of wickedness. നിന്റെ നീ ഉള്ളംകാലം ഉയർത്തി നീ സന്തോഷിക്കുമ്പോൾ നിന്റെ പാദം കിഴിച്ചരാൻ പോകുകയാണ്. അഭിഷേകത്തിന്റെ ചവിട്ടി മുതിക്കാൻ പോകുകയാണ്. As you lift the soul, that's what it brought under the feet. You are going to stamp it, trample it and crush it. ഹല്ലേലൂയ. Praise the Lord. യേശു നല്ലവൻ. Jesus is good. വിശ്വസിക്കുന്നവർ Those who believe, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട് keep on praising God. പാട്ടുപാടി ആത്മാവ് നിറയണ്ട. No need to sing songs. വിശ്വാസത്താൽ ശക്തി ഉണ്ടാകട്ടെ. By faith may power operate. വിശ്വാസത്താൽ ശക്തി ഉണ്ടാകട്ടെ. By faith may power operate. ഇടയ്ക്കൊരു പാട്ട് പാടാം. Let us sing some song. ഇപ്പോഴും പാടുന്നില്ല. No, we are not going to sing. നിന്റെ ശരീരത്തിലെ ഇതാ ശക്തി അയച്ച് ഇതാ നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. He is going to send power upon your body. You are going to be liberated right now. സാധാരണ അഭിഷേകമല്ല. Not the ordinary anointing. ശത്രുവിനെ ചവിട്ടുവാനും മെതിക്കാനുള്ള അധികാരം നിനക്ക് തരാൻ പോകുകയാണ്. The Lord is going to give you authority. You are going to stamp and trample the devil. യൗവനക്കാരെ, youngsters, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളെ ഇന്ന് രാത്രി ഇതാ നിർമൂലമാക്കാൻ പോകുകയാണ്. Tonight the Lord is going to destroy the power of darkness which are haunting your life. സാധാരണ അഭിഷേകമല്ല. It's not ordinary anointing. നൃത്തം ചെയ്ത് സന്തോഷിച്ചാട്ട്. Dance and rejoice in the Lord. നൃത്തം ചെയ്ത് സന്തോഷിച്ചാട്ട്. Come on, leap in the Lord and rejoice. Hallelujah. Praise the Lord. 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 ശത്രുവിന്റെ ശക്തികളെ
ശത്രുവിന്റെ ശക്തികളെ, രോഗത്തിന്റെ ബന്ധനത്തെ ഇതാ അകറ്റിക്കളയാണ്. The Lord is destroying all the bindings of the devil, all the bindings of sickness, all the bindings of sin. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ അഭിഷേകമല്ല. It's not ordinary anointing. നൃത്തത്തോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. Come on, worship the Lord with the dancing. ഇന്ന് രാത്രികാലം സകല ബന്ധനത്തെയും അടിക്കുന്ന ദിവസമാണ്. Tonight is the night the Lord is going to cut away all the yokes from your life. സാധാരണ മനുഷ്യനെ പോലെ ഇന്ന് കൈയടിച്ച് വെറുതെ നിൽക്കരുത്. നൃത്തത്തോടെ കർത്താവിനെ ആരാധിക്കുവേ. Not like ordinary people simply clap and remain here. Come on, worship the Lord with the dancing. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളക്കാർ ഉയർത്തി നൃത്തത്തിൽ സന്തോഷിച്ചാട്ടെ. അത് സാധിക്കുന്നില്ലെങ്കിൽ സാത്താനെ ബന്ധിക്കുകയാണ്. Lift up the soul. Dance and rejoice in the Lord. If you're not able to practice it, the devil has conquered you. It implies. ദൈവമക്കളെ പോരാ, കരങ്ങൾ ഉയർത്തി, രണ്ട് കര ഉയർത്തി നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പാവത്തിന്റെ ശക്തികൾ, അന്ധകാര ശക്തികൾ, ലോകത്തിന്റെ ശക്തികൾ, സാത്താന്റെ ബന്ധനങ്ങള്, അന്യായ ബന്ധനങ്ങള്, ലോകത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി അതിനെ കെട്ടടിക്കുക അല്ലെങ്കിൽ അറുത്തുകളയാൻ പോകുകയാണ്. This is not enough if you're able to lift both the hands up, dance in the presence of a rejoice in the spirit. The Lord is going to cut away all the yokes of sin, sicknesses, curses, devilish forces, every kind of binding of the world. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കൾ ആത്മാവിൽ ഒന്ന് ആരാധിച്ചാട്ടെ. By believing, worship in the spirit. Hallelujah. 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 ഉണരുവി. Come on, be awakened. ഒരുപോലെ കരങ്ങൾ ഉയർത്തി നൃത്തത്തോടെ ആരാധിക്കുവീ. All people collectively together lift your hands, dance in the spirit, worship unto the Lord. ശത്രുവിന്റെ ശക്തികൾ ഇത് അഴിയപ്പെടുന്നു. All the purpose of the devil are going to be loosened. വർഷങ്ങൾ കൊണ്ട് നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ ദുഷ്ടപിശാച് ഇന്ന് വിട്ടു മാറുകയാണ്. The wicked devil who had been holding you for years together, right now he is going to flee away. പ്രായമുള്ള പലരും നൃത്തത്തോട് ആരാധിക്കുന്നു. പല ജൗവനക്കാർക്ക്, ദൈവമക്കൾക്ക്, പലർക്കും സൗര്യമാർക്ക് സന്തോഷിക്കാൻ നൃത്തം ചെയ്യുവാൻ കഴിയുന്നില്ല. Very aged people are rejoicing in the Lord, but youngsters are not able to rejoice in the Lord by dancing. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Shugada rabaka chikam dalaka rasuna mahat riba kashina makam dunakai. Hallelujah. 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 അനേക യൗവനക്കാർ നൃത്തത്തിൽ സന്തോഷിക്കുന്നുണ്ട്. Many youngsters are dancing and rejoicing. നിങ്ങൾക്ക് പഠനത്തിൽ നിങ്ങൾക്ക് പരാജയമാണോ? ഇന്ന് നിങ്ങൾക്ക് പുതിയ കൃപ കേൾവിക്കാൻ പോകുകയാണ്. If your education life is a failure, tonight the Lord is going to give you new grace. ദൈവകൃപ നിന്നെ തേടി വന്നിരിക്കുന്നു. The grace of God comes in search of you. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ കൃപ ദൈവമക്കളെ നിന്നിൽ വ്യാപരിക്കാൻ പോകുകയാണ്. Beloved people of God, the grace of God is going to make its operation in you. Hallelujah. Praise the Lord. ദൈവകൃപ നിന്നെ തേടി വരുന്നു. The grace of God is coming in search of you. ആശ്വാസകം നിന്നെ തേടി വരുന്നു. The comforter is coming in search of you. നിന്റെ അടുക്കൽ യേശു നിൽക്കുന്നുണ്ട്. Jesus is standing beside you. നിന്റെ അടുക്കൽ യേശു നിൽക്കുന്നു. Jesus is standing right now.
Hallelujah. Praise the Lord. Hallelujah. Praise the Lord. നിങ്ങളുടെ ഉള്ളക്കാൽ ഉയര്. ദൈവമക്കളെ, നൃത്തത്തോടെ സന്തോഷിച്ചാൽ എന്ത് ബന്ധനം ഉണ്ടെങ്കിലും ഇന്ന് രാത്രി അഴിയുന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അവർ മാത്രം ശരീരത്തെ വിട്ടുകൊടുത്ത് സന്തോഷിക്കണം. സ്നേഹത്താൽ നൃത്തത്തോടെ കർത്താവിനെ ആരാധിക്കുവീൻ. നൃത്തത്തോടെ ആരാധിക്കുവീൻ. നൃത്തത്തോടെ ആരാധിക്കുവീൻ. നൃത്തത്തോടെ ആരാധിക്കുവീൻ. ഒരു കാര്യം സത്യമാണ്. One thing is true. ഒരാൾ ആത്മാവിൻ ശരിയായി സന്തോഷിക്കുമ്പോൾ അവന് ഏതെങ്കിലും പോരാട്ടം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പാവ പോരാട്ടങ്ങളോ ശാപത്തിന് പോരാട്ടങ്ങളോ പിശാചിന് പോരാട്ടങ്ങളോ ഉണ്ടെങ്കിൽ അവന് തകരും. പക്ഷേ ആരെങ്കിലും മൗനമായി നിന്നാൽ അവനെ പിശാച് ആക്രമിക്കും. When a person sincerely rejoices in the Spirit of the Lord, here he can bind it with a sin, sickness, a curse, or something that will depart to him. Unfortunately, a person who remains a mute spectator, that evil spirit, that yoke shall enter that person. അതുകൊണ്ട് ദൈവമക്കൾ അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കര ഉയർത്തി ശക്തമായി സ്തോത്രം ചെയ്താട്ട്. If there is any unanointed, lift your hands and praise the Lord ferociously. ആരും മൗനമായിരിക്കരുത്. Do not remain silent. അഭിഷേകം ഉള്ളവർ ആത്മാവിൽ നിറയുവേ. Those who are anointed, get filled with the Spirit. ദൈവ സ്നേഹത്താൽ നിറയുവേ. Be filled with the love of God. Hallelujah. കുഞ്ഞുങ്ങളെ മൗനമായിരിക്കല്ലേ. യൗവനക്കാരെ, നിങ്ങൾ നൃത്തത്തോടെ ആരാധിക്കുവീൻ. അനേക യൗവനക്കാർ നൃത്തത്തോടെ ആരാധിക്കുന്നു. ദൈവമക്കൾ നൃത്തം ചെയ്ത് ആത്മാവിൽ ആരാധിക്കുന്നു. ദൈവ സ്നേഹത്തെ നിറയുവീൻ, നിറയുവീൻ. Oh God. Hallelujah. 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 Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Shakuna Mare Shekam the Lakana become tonight. ദൈവാത്മാവ് പറയാണ്, ദൈവാത്മാവ് സംസാരിക്കുന്നു. The Spirit of God is the talking. ദൈവാത്മാവ് സംസാരിക്കുന്നു. The Spirit of God is the talking. ഇതൊരു അവസാനമാണെന്ന് പറ. You say this is the final. ഇത് അവസാനമാണെന്ന് പറ. Say this is the end. ഒരു അന്ത്യകാലമാണെന്ന് പറയുവാൻ കർത്താവ് ആത്മാവ് സംസാരിക്കുന്നു. The Spirit of God compels me to say that this is a fag hour. അഭിഷേകത്തെ നിറയുന്നവരെ, Those who are filled by anointing, ജയമെടുത്തവരെ, those who attained നീ victory, ഭാഗ്യവാനാണ്. you are blessed. നീ ഭാഗ്യവാദിയാണ്. You are fortunate. നീ രക്ഷ പ്രാപിച്ചു. You are saved. ഹല്ലേലൂയ. Praise the Lord.
Thank you, Lord. Hallelujah. 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 ഒരു കൊടിയ കാറ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. The Lord is sending a huge storm in the midst of us. Oh God. Hallelujah. 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 ചിലർക്ക് ശരീരത്തിന് പല വ്യാധിയുണ്ട്, രോഗമുണ്ടെന്നൊക്കെ ചിന്തയിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. The Spirit of God says, some people are in the thought, I have been suffering from this kind of sickness and feebleness. നീ ആത്മാവ് നിറയുമ്പോൾ, as you are filled with the Spirit, അതിപ്പോ മരിക്കട്ടെ, if you die it's okay. നിനക്ക് വിശുദ്ധി ഉണ്ടോ? Do you have holiness? ജയം പ്രാപിപ്പാൻ കഴിഞ്ഞോ? Are you able to attain victory? നീ ഭാഗ്യവാനാ. You are blessed. ഭാഗ്യവതിയാ. You are fortunate. എന്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. My Lord is with me. എന്റെ കർത്താവിനെ കൈവിടത്തില്ല. He will never leave me. എന്റെ നുകത്തിന്റെ ബന്ധനങ്ങളെ, പാപത്തിന്റെ ബന്ധനങ്ങളെ, ശാപത്തിന്റെ ബന്ധനങ്ങളെ കർത്താവ് അറുത്തിരിക്കുന്നു. രോഗബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു, അറച്ചിരിക്കുന്നു. സൗഖ്യമാക്കി. The Lord is secret to all the bodies of sin, sickness, and iniquity. The Lord is set me free. Believe and worship in the Lord. Lord. Thank you, Lord. Hallelujah. 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 1-2-3 മിനിറ്റ് മാത്രമേ ഉള്ളൂ. കസേരയിലിരിക്കൽ വെച്ചിലോ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായി ബന്ധനത്തെ അഴിച്ചു മാറ്റി സ്വതന്ത്രരായി മകൻ ആഗ്രഹിക്കുന്നവർ മുൻപോട്ട് വന്നിട്ട് 2-3 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ആത്മ പറയുന്നു, ആരും മൗനമായിരിക്കരുത്. നിങ്ങളുടെ ഉള്ളക്കാൽ ഉയർത്തി ദൈവത്തിന് സന്തോഷിക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും ദൈവമക്കളെ നീ ജയം പ്രാപിച്ച വ്യക്തിയാണ്. ഒരിക്കലും തോൽവി ഉണ്ടാകത്തില്ല. ജയത്തിന്റെ ശക്തി നിങ്ങൾ വ്യാപരിക്കട്ടെ. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. ഓ ദൈവം എഴുന്നേൽക്കുന്നു, ശത്രു ചിതറി ഓടിടുന്നു. 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 ദൈവം
ശത്രുചിതറി ഓടിടുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. ശത്രുചിതറി ഓടിടുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. ശത്രുചിതറി ഓടിടുന്നു. ഹല്ലേലൂയ. 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 ആമേൻ. ഒരൊറ്റ മിനിറ്റ്, ഒരേ ഒരു മിനിറ്റ് മാത്രം, Only 1 minute, ഒറ്റ മിനിറ്റ് മാത്രം single minute. ഈ കോറസ് പാടാൻ പോകുകയാണ്. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു, നിന്റെ അടുക്കൽ നിൽക്കുന്നു, നിന്നെ ബലപ്പെടുത്തുവാൻ. നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു, പാവത്തിന്റെ ശക്തി അഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ദൈവമക്കളെ ഈ കോറസ് പാടി ഒറ്റ മിനിറ്റ് സന്തോഷിക്കാം. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുചിതറി ഓടിടുന്നു. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുചിതറി ഓടിടുന്നു. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുചിതറി ഓടിടുന്നു. Sodram, 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 Sodram. Hallelujah. Hallelujah. ദേവൻ നമ്മുടെ കൂട്ടത്തെ മുற்றிலுமாக പൊറുപ്പെടുത്തി ആശീർവദിച്ചപടിയാൽ സ്തോത്രം பண்ணுவோம். ദൈവം നമ്മുടെ യോഗത്തെ മുற்றிலுമായി ഏറ്റെടുത്ത് നടത്തി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. சோதரம் 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 துவக்கம் முதல் முடிவு வரைக்கும் அவருடைய சமூகத்தை தந்தபடியினால் ஸ்தோத்திரம் பண்ணுவோம். ആരംഭം മുതൽ അവസാനം വരെ ദൈവ സാന്നിധ്യം തന്നതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 ദിവ്യാലോചന ദേവൻ വെളിപ്പെടുത്തിനപടിയിനാൽ സ്തോത്രം பண்ணுவோம். ദിവ്യാലോചന ദൈവം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 എല്ലാവിധமான അടിമ നുകത്തിലിരുന്ന് വിടുതலை തന്നപടിയിനാൽ സ്തോത്രം பண்ணுவோம். സകലവിധ അടിമ നുകത്തിൽ നിന്നും ദൈവം വിടുതൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 അക്രമ അടിമ നുകത്തിലിരുന്ന് വിടുതலை തന്നപടിയിനാൽ സ്തോത്രം பண்ணுவோம். അന്യായ ബന്ധനത്തിൽ നിന്ന് ദൈവം വിടുതൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 പാപബന്ധനങ്ങൾ മരണഭയത്തിൻ ബന്ധനങ്ങൾ വ്യാധി ബന്ധനങ്ങൾ എല്ലാവற்றிലിരുന്ന് വിടുതலை തന്നപടിയിനാൽ സ്തോത്രം பண்ணுவோம். പാപത്തിന്റെ ബന്ധനങ്ങൾ, മരണഭയത്തിന്റെ ബന്ധനം, രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്നൊക്കെയും ദൈവം വിടുതൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 നിമർന്ന് നടക്ക മുടിയാത്ത നിലമയിൽ ശുദ്ധ മനസാക്ഷി ഇല്ലാത്ത ഒരു ബന്ധനം, അന്ധബന്ധനത്തിലിരുന്നും വിടുതலை തന്നപടിയിനാൽ സ്തോത്രം பண்ணுவோம். നിവർന്ന് നടക്കുവാൻ കഴിയാത്ത വിധത്തിൽ നല്ല മനസ്സാക്ഷി ഇല്ലാത്ത ഒരു ബന്ധനം, ആ ബന്ധനത്തിൽ നിന്നും ദൈവം വിടുതൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 അഭിഷേകത്തിനാൽ അടിമ നുകത്തെ മുറിയടിപ്പേൻ എന്ന വസനത്തിൻപടി ദേവനുടെ അഭിഷേകത്തിനാൽ എല്ലാ അടിമ നുകത്തെ മുറിയടിച്ചപടിയിനാൽ സ്തോത്രം பண்ணுவோம். അഭിഷേകത്താൽ സകല അടിമ നുകവും തകർന്നു പോകും എന്നുള്ള വചനപ്രകാരം ദൈവത്തിന്റെ അഭിഷേകത്താൽ സകല അടിമ നുകത്തെയും കർത്താവ് തകർത്തതിനായി സ്തോത്രം ചെയ്യാം. സോദരം 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 യേശുവിനുடைய നുകത്തെ സുമക്ക് ഉപദേശത്തിൻപടി ജീവിക്ക ദേവൻ നമുക്ക് കൃപ ചെയ്തപടിയിനാൽ അന്ത ഉപദേശത്തിനാൽ ദേവരുടെ ജീവനുള്ള വാർത്തയിനാൽ
വിടുതലെ തന്നപടിയിനാൽ സ്തോത്രം പണ്ണുവോം. യേശുവിന്റെ മുഖം ചുമക്കുവാൻ, ഉപദേശം അനുസരിച്ച് ജീവിക്കുവാൻ, ആ ഉപദേശപ്രകാരമുള്ള ആ വചനത്താൽ ദൈവം നമുക്ക് വിടുതൽ തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നല്ല സാക്ഷിയെ ദേവൻ തന്നപടിയിനാൽ സ്തോത്രം. നല്ല സാക്ഷിയെ ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പാട്ടൊഴിയങ്ങളെല്ലാം ദേവൻ പൊറുപ്പെടുത്തപടിയിനാൽ സ്തോത്രം പണ്ണുവോം. സംഗീത ശുശ്രൂഷയെല്ലാം ദൈവം ഏറ്റെടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദേവൻ തന്ന വിടുതലയ്ക്കാക കരങ്ങളെ ഉയർത്തി നന്ദിയുടൻ കർത്തരെ സ്തോത്രം പണ്ണുവോം. ദൈവം നൽകിയ വിടുതലിനായി കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ദൈവത്തിന് ശക്തിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. എല്ലാ സ്തുതി കണ്ണ് മഹിമ കർത്തർക്ക് സെലുത്തി സ്തോത്രം പണ്ണും. എല്ലാ സ്തുതി ഘന മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാ കുമാരൻ പരിശുദ്ധാവിയാനവർക്കായി സ്തോത്രം പണ്ണും. പിതാപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ജയമണ്ണു പ്രാർത്ഥിക്കും. കർത്താവേ, കരുണയുള്ള പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവർ ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ, ദേശത്തെ സ്നേഹിക്കുന്നതിനാൽ, ദേശനിവാസികളെ സ്നേഹിക്കുന്നതിനാൽ, ഒരു കൺവെൻഷൻ എടുത്തതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. കൺവെൻഷൻ 3-ാം ദിനം രാത്രി യോത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. കഴിഞ്ഞ 2 ദിവസം കർത്താവ് സമൃദ്ധിയായി ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ 3-ാം ദിവസവും സ്വർഗീയ മഹിമയോടും തേജസ്സോടും ദൂതസഞ്ചയത്തോടും കൂടെ കർത്താവ് ഞങ്ങളെ മധ്യേ ഇറങ്ങി വന്ന് ഞങ്ങൾ ഓരോരുത്തരെ സമൃദ്ധിയായി അനുഗ്രഹിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ സന്നിധിയിൽ കടന്നു വന്ന സമയം മുതൽ വിവിധ രീതിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ആത്മാവിൽ പാടി കർത്താവ് സന്തോഷിപ്പാനും പ്രത്യാശ പുതുക്കുവാനും ആത്മാവിൽ ബലപ്പെടുവാനും ദേശത്താൽ നിറയപ്പെടുവാനും സഹായിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, തിരുവള്ളമുണ്ടായതിനോട് സംസാരിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രം. ജീവനുള്ള സാക്ഷികത നൽകിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. പാപാന്ധകാരത്തിൽ കൂടെ സമാധാനമില്ലാതെ കർത്താവെ അലഞ്ഞു വലഞ്ഞതായ സാക്ഷി വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനുള്ളതായ വിടുതലും സമാധാനവും സന്തോഷവും പ്രത്യാശയും പ്രാപിപ്പാൻ ഇടയായിത്തീർന്നതിനെ കുറിച്ചുള്ളതായ ജീവനുള്ള സാക്ഷി കർത്താവ് കേൾപ്പിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്നും സമാധാനമില്ലാതെ ആരെല്ലാം ഈ സാക്ഷ്യവാചകം കേട്ടോ അവരെല്ലാം കർത്താവ് രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നതിനായി ഞങ്ങളങ്ങോട് അപേക്ഷിക്കുന്ന സ്തോത്രം. പുരുഷാരത്തെ കണ്ട് മനസ്സിലിഞ്ഞ് തിരുവുള്ളമുണ്ടായി സംസാരിച്ചവനാ ദൈവം ഇന്ന് രാത്രികാലവും തിരുസന്നിധിയിൽ കടന്നു വന്നതായ ജനത്തോട് തിരുവചനത്തിൽ കൂടെ ശക്തമായി സംസാരിച്ചതിനാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുന്ന. കർത്താവെ, മനുഷ്യനെ അടിമപ്പെടുത്തിയിരിക്കുന്ന എല്ലാ അടിമമുഖത്തെയും തകർത്തുകൊണ്ട് കർത്താവ് ഒരുക്കിയിരിക്കുന്നതായ ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങൾക്ക് യോഗ്യരാക്കി തീർക്കുവാൻ വേണ്ടി പാപത്തിന് അടിമത്തിൽ ഞങ്ങളെ വിടുവിച്ചതിനാൽ സ്തോത്രം. പിശാചിന്റെ അടിമത്തിൽ ഞങ്ങളെ വിടുവിച്ചതിനാൽ സ്തോത്രം. എല്ലാ നിരാശയും എല്ലാ രോഗബന്ധനങ്ങളൊക്കെ വിടുവിച്ചതിനാൽ സ്തോത്രം. അന്യായമായ ബന്ധനങ്ങൾ വിടുവിച്ചതിനാൽ സ്തോത്രം. കർത്താവെ, അനീതിയിൽ വിടുവിച്ചതിനാൽ സ്തോത്രം. കർത്താവെ, മനുഷ്യ ജീവിതത്തിൽ അടിമപ്പെടുത്തിയിരിക്കുന്നതായ എല്ലാ അന്ധകാര ശക്തിയിൽ നിന്ന് ഇന്ന് രാത്രികാല ജനത്തെ വിടുവിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്ന. കർത്താവെ, ഹല്ലേലൂയ. വിടുതൽ പ്രാപിച്ച ഓരോരുത്തരും അടിമലോകത്തിൽ പിന്നെ കുടുങ്ങിപ്പോകാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് കർത്താവെ ജയജീവൻ നയിപ്പങ്ങളിലാക്കലിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അടിമലോകത്തെ തകർത്തിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്ന. കർത്താവെ, എല്ലാ രോഗബന്ധനത്തിൽ കർത്താവ് വിടുവിച്ചിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് സമർത്ഥ്യമായി അനുഗ്രഹിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവത്തിൽ പ്രാപിച്ചതായ അനുഗ്രഹം നഷ്ടമായി കളയാതെ ദൈവകൃപയെ നിലനിൽക്കും ഇടയാക്കലിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അടിമപ്പെടുത്തിയിരിക്കുന്ന എല്ലാ അടിമലോകത്തിനും വിടുവിക്കപ്പെട്ട് കർത്താവിന്റെ സുവിശേഷത്തിൽ കൂടെ ഞങ്ങളെ രാജ്യത്തിനോട് ഒരുക്കുന്നതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് ആ നിത്യമായ ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. സിയോനെ ഒരുക്കിയ ശേഷം കർത്താവിനെ വെളിപ്പെടാൻ പോകുന്ന കർത്താവെ, കർത്താവിനെ കാളം നിൽക്കുമ്പോൾ കർത്താവിനെതിരിൽ യോഗ്യരാത്തിനായി യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മ അഭിഷേകത്തെ പ്രാപിച്ച് വേർപാട് പാലിച്ചൊരു വിശുദ്ധ നയിച്ചുകൊണ്ട് അപ്പോൾ ഉപദേശത്തിൽ നിലനിന്ന് കർത്താവ് അവരെ ഒരുക്കപ്പെടുവാൻ ഒരു ജീവിതം നയിപ്പാൻ തക്കോണം എല്ലാവരെയും സഹായിക്കണമേ. അതിനെക്കെട്ട് എല്ലാവരും കർത്താവ് ജയാളികളാക്കി തീർക്കലിനായി പ്രാർത്ഥിക്കുന്നു. നാഥാ സ്തോത്രം. ജനത്തെ എല്ലാ കർത്താവ് വിടുവിച്ച് അനുഗ്രഹിച്ചതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ശ്രേഷ്ഠമായ സത്യത്തെ ആഘോഷിപ്പാതകളുടെ ശക്തിയായ സ്തോത്രം. ഇനി 1000 പ്രയോജനമുള്ളവരായി ഉപയോഗിക്കണമേ. താവി കടന്നു വന്ന മക്കളോട് കൂടെ ഇരിക്കണമേ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നാളെ നടക്കുന്ന സഭായോഗത്തെ അനുഗ്രഹിക്കണമേ. ഈ കൺവെൻഷൻ മുഖാന്തരം ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാ അടിമലോകത്തിനും വിടുതൽ പ്രാപിച്ച് കർത്താവ് രാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ സഹായിക്കലായി പ്രാർത്ഥിക്കുന്നു. ജനത്തെല്ലാം നീ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. കടന്നു വന്ന മക്കളോടുകൂടെ ഇരിക്കണമേ. ഇനി കാണുവരെ കൃപയെ സൂക്ഷിക്കും. മഹത്തുള്ളവരെ ഒരുക്കണമേ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്തനാകിയ യേശു ക്രിസ്തുവിൻ കൃപയും പിതാവാകിയ ദേവനുടെ അൻപും പരിശുദ്ധാവിയാനവരുടെ ഐക്യവും പാതുകാപ്പും നമ്മുടെ അനവരോടും വിശേഷമാകെ
ദേവസമൂഹത്തിൽ വന്ന് ദൈവിക ആശീർവാദങ്ങൾ വിടുതലയെ പെറ്റ് എല്ലാ ദേവജനങ്ങളോടും കൂടെ ഇന്നു മുതൽ കൊണ്ട് എന്റെ